ആ രോഗത്തിൽ അബൂ താലിബ് മരണപ്പെട്ടു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് അഷ്റഫുൽ ഖൽക്കില്ല. അബൂ താലിബ് അവിടെ നിന്നിട്ടില്ല. പിന്നെ റളിയല്ലാഹു അൻഹു, അതായത് അബൂ താലിബിൻ്റെ മകൻ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽക്കിനോട് പോയിട്ട് പറഞ്ഞു, ആ വാക്ക് ശ്രദ്ധിക്കണം, യാ റസൂലല്ലാഹ് അന്ന അബാക്കൽ ലാല് ഖദ് മാത്ത്. നിങ്ങളാ പിഴച്ച മൂത്താപ്പ ഇല്ലേ നബിയെ, അദ്ദേഹം മരിച്ചു. എൻ്റെ വാപ്പ മരിച്ചു എന്നല്ല അലി പറയുന്നത്. അതാണ് തൗഹീദോടുള്ള സ്നേഹം. നിങ്ങൾ പിന്നെ എന്ത് ബഹുസരിതിയും എന്ത് കോംപ്രമൈസോ പറയുന്നത്? അതാണ് തൗഹീദോടുള്ള സ്നേഹം. തൗഹീദിൻ്റെ എതിരാളികൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. മനുഷ്യനെ അംഗീകരിക്കാം. രണ്ട് രീതിയാണ്, ഒന്ന് അൽ ഇൻസാനിയ, മറ്റൊന്ന് ഇസ്ലാമിയ. മാനുഷികത അംഗീകരിച്ചു കൊടുക്കാം, മനുഷ്യൻ്റെ ആദർശം അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാൻ പറ്റൂല. അങ്ങനെ പറ്റുമെങ്കിൽ അഷ്റഫുകൾക്ക് തയ്യാറാകണമായിരുന്നു. അബൂ താലിബിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും റസൂലുള്ളാഹി തങ്ങൾ നിന്നില്ല, സ്വന്തം മൂത്താപ്പ അബൂ താലിബിൻ്റെ കാര്യത്തിൽ. എന്താണ് അബൂ താലിബ് ചെയ്ത തെറ്റ്? അള്ളാഹു അല്ലാത്തവരില്ല എന്ന് പറയാൻ കൂട്ടാക്കിയില്ല. അതേസമയം അള്ളാഹു അല്ലാത്തവരുടെ അടുത്ത് പോയിട്ട് ഇലാഹ നിർത്തി പറയുന്ന പരിപാടിക്കാരനല്ല അബൂ താലിബ്. മറ്റുള്ളവരെ പോലെ ഖുറൈശി പ്രമാണിമാർ കഅബത്ത് നിന്ന് നിസ്കരിക്കും, തൊട്ടിപ്പുറം വന്നിട്ട് ഇലാഹ നിർത്തി പറഞ്ഞിട്ട് പണ്ടാത്തി പൈസ ഇട്ടിട്ട് പോകും. അതൊന്നും അബൂ താലിബ് ചെയ്യുമായിരുന്നില്ല. പിന്നെന്തിട്ടും അബൂ താലിബ് ഈ അപകടത്തിൽ ചെന്ന് പെടാൻ അബൂ താലിബിന്റെ നാവിൽ അള്ളാഹു അല്ലാത്തതില്ല എന്ന് പറയാൻ തയ്യാറായില്ല. അപ്പൊ ഈമാൻ അൽ ഈമാൻ അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. അതാണ് ഈമാൻ. നമ്മൾ സാധാരണ ഈമാനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യും. നമ്മൾ ജമാഅത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടി ഇരുന്നിട്ട് നമ്മൾ ഈമാൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. ഈമാൻ ഉണ്ടാക്കിയെടുക്കണം. എന്താണ് ഈമാൻ? ഈമാൻ ഉണ്ടാക്കിയെടുക്കണം. അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗത്തു കൂടിയാണ് ഇസ്ലാം തുടക്കത്തിൽ വന്നത്. ഒന്ന് കേരളത്തിലൂടെയും പിന്നൊന്ന് അഫ്ഗാനിസ്ഥാനിലൂടെയും. അഫ്ഗാനിസ്ഥാനിലൂടെ വടക്കേ ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തി. മഹാനായ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലഘട്ടത്തിൽ, ഇപ്പോൾ മാലിക് ദീനാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് എത്തി. സഖഫി അബൂ എന്ത് സഖഫിയാണ്? സഖഫിയെ അയച്ചു. സഖഫി ഗോത്രക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹമാണ് വടക്കേ ഇന്ത്യയിലേക്ക് വരുന്നത്. ദീനുൽ ഇസ്ലാമിൻ്റെ ശബ്ദം വന്നു. ദീനുൽ ഇസ്ലാമിൻ്റെ ശബ്ദം വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ റബ്ബാണെന്ന് അറിയുന്നവർക്ക് അള്ളാഹു ഇലാഹും കൂടിയാണ് അറിയിക്കലാണ് ഇസ്ലാമിൻ്റെ ദഅവത്ത്. എന്താണ് ഇസ്ലാമിൻ്റെ ദഅവത്ത്? അള്ളാഹു റബ്ബാണെന്ന് അറിയാത്ത സമൂഹത്തിൽ ആരുമില്ല. എല്ലാ മതക്കാരും അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നവരാണ്. ഹിന്ദുക്കൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, ദൈവത്തെ അംഗീകരിക്കുന്നു, ഇടയാളായിട്ട് ദേവീദേവന്മാരെ കാണുന്നു. ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, ഇടയാളായിട്ട് യേശുവിനെയും മറിയത്തെയും കാണുന്നു. ജൂതന്മാർ അള്ളാഹിനെ അംഗീകരിക്കുന്നു, ഇടയാളായിട്ട് ഉസൈറിനെ കാണുന്നു. ഷിയാക്കൾ അള്ളാഹിനെ അംഗീകരിക്കുന്നു, ഇടയാളായിട്ട് മദീശക്കങ്ങളെയും ബദരീങ്ങളെയും കാണുന്നു. അള്ളാഹുവിനെ അറിയാത്തവരാരാണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ കാണുന്നു, അള്ളാഹുവിൻ്റെ ഇടയാളായിട്ട് വേറെ ആരെയും കാണുന്ന പ്രശ്നമില്ല. ലാ ഇലാഹ, അതാണ് കലിമ, അതാണ് ഈമാൻ, അതാണ് ഈമാൻ. അപ്പൊ അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ദഅവത്തിന്റെ രീതിയല്ല. അള്ളാഹു മാത്രമേ ഉള്ളൂ, അല്ലാത്തതില്ല എന്ന് പറയലാണ് ദഅവത്ത്. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയില്ല. ആദം നബി നബിയല്ല, റസൂലല്ല, നബി മാത്രമാണ്. ഇദ്രീസ് നബിന്റെ കാലഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച വന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്ത് ആദ്യമായിട്ട് പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാം ഒന്നാമത്തെ റസൂലാണ്. എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതിരുന്നത്? അള്ളാഹു അല്ലാത്തവരെ പറ്റിയുള്ള ചർച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 10 തലമുറകളിൽ ഉണ്ടായിട്ടില്ല. ആകാശ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ പഠിച്ചിട്ട് വന്ന ആളാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. സ്വർഗത്തിൽ നിന്ന് തർബിയത്ത് കിട്ടിയ ആളാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ഭൂമിയിൽ വന്ന് താമസിച്ച ആളാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് പകരം വേറൊരു ഷെയ്ഖിനെ, വലിയനെ, ജിന്നിനെ, മലക്കിനെ കാണുന്ന പ്രശ്നമേ ആദം നബിക്കില്ല. കാരണം അള്ളാഹു നേരിട്ട് കണ്ടിട്ട് സംവിധാനം കണ്ടു വന്ന ആളാണ്. പിന്നെ അള്ളാഹു അല്ലാത്തിനെ പറ്റി മനസ്സിൽ കിടക്കുന്ന പ്രശ്നമില്ല. അതാണ് ബഹുമാനപ്പെട്ട ആദം നബി ഭാര്യ മക്കൾക്ക് ദഅവത്ത് കൊടുത്തത്. അള്ളാഹു റബ്ബാണ്, അള്ളാഹു ആണ് എല്ലാം.
ഇലാഹ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു അല്ലാത്തവർ വരുമ്പോഴാണ് ഇലാഹിന്റെ വിഷയം വരുന്നത്. അള്ളാഹു അല്ലാത്തവർ വരുമ്പോഴാണ് ഇലാഹിന്റെ വിഷയം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, റബ്ബ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് അംഗീകരിക്കുക. അതാണ് അള്ളാഹ് റബ്ബാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നതെല്ലാം അള്ളാഹ്ക്ക് മാത്രമായിരിക്കുക. അതാണ് ഇലാഹ് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ ലാ ഇലാഹ എന്നത് തുടക്കത്തിലുണ്ടായിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് വന്ന സമൂഹത്തിന് ലാ ഇലാഹിനെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ അള്ളാഹിനെ മാത്രം കണ്ട് ശീലിച്ചു വന്നവരാണ്, അള്ളാഹിന്റെ സംവിധാനം മാത്രം പഠിച്ചു വന്നവരാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അഷ്റഫുൽ ഖൽഖ് ആദം നബിന്റെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ആദം നബിന്റെ 10 തലമുറ മുഴുവനും മുവഹീദീങ്ങളാണ്. അള്ളാഹു അല്ലാത്ത ഒന്നിനെ അവർക്ക് പരിചയമില്ല. അള്ളാഹു അല്ലാത്തൊരു മലക്കിനെ അവർക്ക് പരിചയമില്ല. അള്ളാഹു അല്ലാത്തൊരു ജിന്നിനെ അവർക്ക് പരിചയമില്ല. അള്ളാഹു അല്ലാത്തൊരു ഷെയ്ഖിനെയോ വലിയനെയോ അവർക്ക് പരിചയമില്ല. അള്ളാഹു അല്ലാത്തൊരു ശക്തിയെയോ വ്യക്തിയെയോ അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന് പൂർണ്ണമായി അംഗീകരിച്ച് വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കൾ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ അള്ളാഹു ദലാലത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ശൈത്താനെയാണ്. ഹിദായത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് മനുഷ്യരിൽ നിന്നുള്ള നബിമാരെയാണ്. ദലാലത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ജിന്നുകളിൽ നിന്നുള്ള ശൈത്താന്മാരെയാണ്. ഹിദായത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു തആല ഏൽപ്പിച്ചത് നബിമാർക്കാണ്, മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നബിമാർക്ക്. ലലാലത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ചത് ജിന്നുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഷയാത്തീനുകൾക്കാണ്. അതിന്റെ ലീഡറാണ് ഇബ്ലീസ്. അപ്പൊ അള്ളാഹു പറഞ്ഞു, രണ്ട് വഴി എന്റേതാണ്. ഹിദായത്തിന്റെ വഴിയും എന്റേതാണ്, ലലാലത്തിന്റെ വഴിയും എന്റേതാണ്. അല്ലേ പറയുന്നത്, ഇന്നാ ഹദൈനാഹു സബീല, രണ്ട് വഴി എന്റേതാണ്. ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറ. ശുക്രിന്റെ വഴിയോ അള്ളാന്റേതാണ്, കുഫ്രിന്റെ വഴിയോ അള്ളാന്റേതാണ്. അള്ളാന്റെ രണ്ട് സംവിധാനമാണ്. എന്തിനാണത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിച്ചിട്ടേ നാളെ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുള്ളൂ. വേറെ അല്ലാഹു തആല ഏകപക്ഷീയമായിട്ട് മാർക്കറ്റിട്ട് അയക്കുന്ന പരിപാടി ദുനിയാവിലില്ല. രണ്ടും മുമ്പിൽ വെച്ച് കൊടുത്ത് കൃത്യമായി പരീക്ഷിച്ച് ആ പരീക്ഷയിൽ ജയിക്കുന്നവരെ മാത്രമേ അള്ളാഹു അംഗീകരിക്കുകയുള്ളൂ. ആ പരീക്ഷണത്തിനാണ് രണ്ട് വഴി, ഒന്ന് ഹിദായത്തിന്റെ വഴി, മറ്റേ ലലാലത്തിന്റെ വഴി. ഹിദായത്തിന്റെ വഴിയിൽ ഒന്നാമത്തത് അള്ളാഹ് റബ്ബാണെന്ന് അംഗീകരിക്കലാണ്. അതുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹിദായത്തിലാണ്, ആദം നബിന്റെ ഭാര്യ ഹവ്വ ഹിദായത്തിലാണ്, അവരെ മക്കൾ ഹിദായത്തിലാണ്. 41 കുട്ടികളുണ്ട്, 20 പെണ്ണും 21 ആണും. ആദം നബിക്ക് 41 മക്കളും ഹിദായത്തിലാണ്. എന്താ കാര്യം? ലലാലത്തിന്റെ വഴിയായ അള്ളാഹു അല്ലാത്തവരെ പറ്റിയുള്ള ചർച്ച ആ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. അതിനെപ്പറ്റിയാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, ആദം നബിന്റെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ് എന്ന് പറയാൻ കാരണം അതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചപ്പോൾ ശൈത്താൻ അവന്റെ ജോലി തുടങ്ങി. ഈ ദുനിയാവിൽ ആദ്യമായിട്ട് ശൈത്താൻ അവന്റെ ഉത്തരവാദിത്തം, ലലാലത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹ് ഏൽപ്പിച്ച ജോലിയാണ്. നമുക്കറിയാമല്ലോ, സ്വർഗ്ഗലോകത്ത് വെച്ചൊരു ചർച്ച നടന്നിട്ടില്ലേ, ശൈത്താനുമായിട്ടൊരു ഒരു വാഗ്വാദം നടന്നിട്ടില്ലേ? അന്ന് ശൈത്താൻ പറഞ്ഞില്ലേ, അത് ആകാശലോകത്ത് വെച്ച്, റബ്ബി 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 അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, എന്നെ ലോകാവസാനം വരെ എന്നെ ബാക്കിയാക്കണം, എന്നെ നശിപ്പിക്കരുത്. അപ്പൊ അള്ളാഹ് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഈ ആദമിന്റെ മക്കളെ കൂട്ടത്തിൽ വലിയ വിഭാഗത്തെയും കൊണ്ടേ നരകത്തിലേക്ക് പോവുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ്. അതെന്താ നീ ചെയ്യുക? ലൗഹുവിയന്നഹും അജ്മഈൻ, അവരെ മൊത്തത്തിൽ ഞാൻ വഴി വേഴപ്പിക്കും. ഇല്ലേ? ആയത്ത് കേട്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? അള്ളാഹു ശൈത്താനും തമ്മിലുള്ള കരാർ ഉറപ്പിച്ചതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് ഉറപ്പിച്ചതുപോലെ ശൈത്താനുമായിട്ടും അള്ളാഹു തആല കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാളെയാണ് അള്ളാഹു തആല ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വിടുന്നത്. ഒന്ന് ആദമിനെ, പിന്നെ ഒന്ന് ഇബ്ലീസിനെ. ഇത് ആദമിനെ ചർച്ച ചെയ്യുകയും ഇബ്ലീസിനെ പൂത്തിവെക്കുകയും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ആദമിനെ അംഗീകരിക്കും പോലെ ഇബ്ലീസിനെ അംഗീകരിക്കണം. അത് ഈമാൻ കാര്യമാണ്. ഇബ്ലീസ് സങ്കല്പവും ആദമ യാഥാർത്ഥ്യവും എന്ന് പറയാൻ പറ്റൂല. അത് ഖുർആന്റെ നസ്സിനെതിരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജോലി ആകാശലോകത്ത് പരിചയപ്പെട്ട അള്ളാഹുവിന്റെ റുബൂബിയത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കലാണ്. അള്ളാഹു മക്കളെ, അള്ളാഹു ആണ് റബ്ബ്, അള്ളാഹു ആണ് റബ്ബ്. അതുകൊണ്ട് അള്ളാഹിനെ വെറുപ്പിക്കരുത് മക്കളെ, അള്ളാഹിനെ അനുസരിച്ച് ജീവിച്ചോള മക്കളെ, അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചോള മക്കളെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് അള്ളാഹിനെ പഠിപ്പിക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മയ്യം ഇറാഖിൽ കബറടക്കി. ഷൈത്താൻ അവന്റെ ജോലി ആരംഭിച്ചു. ആദ്യമായിട്ട് ഷൈത്താൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 4ാമത്തെ തലമുറയിൽ പ്രവേശിച്ചു. എന്നിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഫളായിലുകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ ഉപ്പുപ്പ മരിച്ചു. ആരാണ് നിങ്ങൾ ഉപ്പുപ്പ? നിങ്ങൾക്ക് എന്താ മനസ്സിലാകും? അവന് എന്ത് വെള്ളമാണത്? ചൂടാണോ തണുപ്പാണോ? പച്ച വെള്ളം. ചൂട് കിട്ടിയ അൽഹംദുലില്ലാ.
ഇതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോളൂ. സമയം താമസിച്ച ബുദ്ധിമുട്ടാവും. മക്കൾക്ക് പെരക്കേക്ക് പോകണം, പിന്നെ ജമാഅത്ത് വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്താ അല്ല ഈ സമയം അർത്ഥം മുറിച്ച് പറയാൻ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പണ്ടേ അറിയാലോ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അതാണ് രീതി. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾക്ക് അള്ളാഹ് റബ്ബാണ്. അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് നമുക്ക് അത് കിട്ടുന്നത് റബ്ബാണ്, ഇത് കിട്ടുന്നത് അള്ളയാണ്. അങ്ങനെ അള്ളാഹിനെ പറ്റില്ലാതെ അള്ളാഹിനെ പറ്റി വേറെ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ പേരക്കുട്ടികളെടുത്ത് ശൈത്താൻ പ്രവേശിച്ചിട്ട് ആദം നബിൻ്റെ ഫളായിലുകൾ പറയാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് നിങ്ങൾ ഉപ്പപ്പാനെ പറ്റി മനസ്സിലാക്കാത്തത്? നിങ്ങൾ ഉപ്പപ്പ ആരാണ്? എത്ര വലിയ ആളാണ് നിങ്ങൾ ഉപ്പപ്പ? അള്ളാഹുവിൻ്റെ കൈ കൊണ്ട് ബിയദയ്യ ഖലഖ്തു ബിയദയ്യ എന്നല്ലേ അള്ളാഹ് പറഞ്ഞത്. ഞാൻ എൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചതാണ് ആദമീനെ എന്ന് അള്ളാഹിൻ്റെ അടുത്ത് പഠിച്ചല്ലേ. വഅല്ലമ ആദമ അസ്മാഅ കുല്ലഹ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ആദമിനെ പറ്റി? ആ ആദമ മരിച്ചപ്പോൾ നിങ്ങൾ ആദമിനെ മറന്നു അല്ലേ? നിങ്ങൾ ആദമിനെ കൈവിട്ടു അല്ലേ? നിങ്ങൾക്ക് ആദമിൻ്റെ ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ആ ആദമിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹിനോട് ചോദിക്കാമായിരുന്നില്ലേ? എന്നാൽ അള്ളാഹിൻ്റെ മുമ്പിൽ ആദമിനെ ബഹുമാനിച്ച ആളായില്ലേ നിങ്ങൾ എന്താ ചെയ്യാത്തത്? പക്ഷേ ആ മക്കൾ അംഗീകരിച്ചില്ല. ആ മക്കൾ പറഞ്ഞത് ഉപ്പ നിങ്ങൾക്കത് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹിനക്ക് പകരം വേറൊരാളുമില്ല. എത്ര പാപിയായാലും ദോഷിയായാലും അള്ളാഹ് നടത്തിക്കോളും കാര്യം. പാപിയാന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന പരിപാടി അള്ളാഹ്ക്കില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് അള്ളാഹു തആല ഭൂമിയിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്. ഒന്ന് ഇൻസാനെ പരിഗണിച്ചുകൊണ്ട്, മനുഷ്യനെ പരിഗണിച്ചുകൊണ്ട്. ഇവിടുത്തെ ഭൂമിയിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അള്ളാഹു തആല പൂർത്തിയാക്കുന്നത് ആദർശം നോക്കിയിട്ടല്ല, മനുഷ്യൻ്റെ ആവശ്യം നോക്കിയിട്ടാണ്. ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതനെന്നോ മജൂസി എന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ ഭൗതികവാദി എന്നോ ഇതൊന്നും അള്ളാഹു തആലയ്ക്ക് വിഷയമല്ല. അള്ളാഹു തആല ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിനെ വെച്ചുകൊണ്ടല്ല. അതുകൊണ്ട് ഇസ്ലാമിന് ഞാനിപ്പം ദൈവത്തിൻ്റെ പണിയെടുക്കുന്നത് എനിക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം അള്ളാഹു തആല അങ്ങനെ ഒരു ഷർത്ത് വെച്ചിട്ടില്ല. ദുനിയാവിൻ്റെ വസ്തുക്കൾ നൽകുന്നതിന് ദീൻ വേണമെന്നൊരു ഷർത്ത് അള്ളാഹ്ക്കില്ല കൂട്ടരെ. നമ്മളത് തിരിച്ചറിഞ്ഞേ പറ്റൂ. അള്ളാഹിനെ പറ്റി മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു തആല. ഞാൻ ഉദാഹരണം പറയാറുണ്ടല്ലോ, പണ്ടേ ബിസ്മി ചൊല്ലി ഒരു മുസ്ലിം വിവാഹം കഴിക്കുന്നു. ബിസ്മില്ലാ അങ്കഹത്തു സവ്വൈതുക വഅങ്കഹത്തുക അല്ലേ? അവർക്ക് സൗന്ദര്യമുള്ള ആൺ പെൺ മക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. ആദർശം നോക്കിയിട്ടാണോ? നിക്കാഹ് ചെയ്തു എന്ന കാരണത്താലാണോ അവർക്ക് അള്ളാഹു തആല മക്കളെ നൽകിയത്? വല്ലാഹി അല്ല. അവരാവശ്യം നോക്കിയിട്ടാണ് അള്ളാഹു തആല മക്കളെ നൽകിയത്. തൊട്ടപ്പുറത്തൊരു ക്രിസ്ത്യാനി യേശുവിനെ വിളിച്ചിട്ട് ചർച്ചിൽ വെച്ച് കല്യാണം കഴിക്കുന്നു, അവർക്കും മക്കളെ നൽകുന്നു. ആര് പറ? അള്ളാഹ്. അല്ലാന്ന് സംശയം തോന്നി അപ്പം കാഫിറാവും. എൻ്റെ കാര്യം നടത്തുന്നത് അള്ളാഹുവാണ്, ഓൻ്റെ കാര്യം ആരാ നടത്തുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കാഫിറാവും. എന്റെ കാര്യം നടത്തുന്നതും അള്ളാഹുവാണ്, അവന്റെ കാര്യം നടത്തുന്നതും അതേ അള്ളാഹു തന്നെയാണ്. അപ്പോഴേ നമ്മളെ ഈമാൻ സഹിയാവുള്ളൂ. തൊട്ടപ്പുറത്തൊരു ഹിന്ദു മതസ്ഥൻ അമ്പലത്തിൽ പോയിട്ട് രാമനെയോ കൃഷ്ണനെയോ അയ്യപ്പനെയോ മുത്തപ്പനെയോ പൂജ നടത്തിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അവനിക്കും മക്കളെ കൊടുക്കുന്ന ആരാണ്? ആദർശം നോക്കിയിട്ടാണ് അള്ളാഹു തആല മക്കളെ കൊടുക്കുന്നത്? അതോ അള്ളാഹു അല്ലാത്ത വേറെ ആയിരിക്കും ആ മക്കൾക്ക് പങ്കിട്ടെന്ന് പറയാൻ പറ്റുമോ? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. അല്ലാഹ് അല്ലാതെ ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാൻ പറ്റുമ്പോൾ വേറെ ആരും ഉണ്ടോ? നമ്മൾ ഈമാൻ അത്ര ആ രീതിയിൽ ശക്തമായിരിക്കണ്ടേ? തൊട്ടപ്പുറത്ത് ഒരു നിരീശ്വരവാദി, ഓൻ ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്നവനാണ്. ആരോഗ്യം പണവും ഉണ്ടായ എന്താ നടക്കാത്തതെന്ന് വിശ്വസിക്കുന്നവനാണ് നിരീശ്വരവാദി. അവൻ ഹെൽത്തിലും വെൽത്തിലും വിശ്വസിച്ചിട്ട് പാർട്ടി ഓഫീസിലെ മാലയിട്ട് കല്യാണം കഴിക്കുന്നവനാണ്. അവനിക്കും മക്കളെ കൊടുക്കുന്ന ആരാണ്? ഓൻ നിരീശ്വരവാദിയാണ്, അള്ളാഹിനെ നിഷേധിക്കുന്നവനാണ്, അള്ളാഹിനെ ചീത്ത പറയുന്നവനാന്ന് വിചാരിച്ചിട്ട് അള്ളാഹു തആല അവന് മക്കളെ കൊടുക്കാതിരിക്കുമോ? എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? എന്താണ് കൂട്ടരെ നമ്മളെ പഠിക്കേണ്ട അഖീദ? അവൻ്റെ ഒക്കുമാണ്. അതേപോലെ തൊട്ടപ്പുറത്ത് ഷീഈ മതക്കാരൻ, അവൻ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ജാറത്തിൽ പോയിട്ട് ഇലാഹ് നടത്തി പറഞ്ഞ് ഉസ്താദിനെയും കൂട്ടിപ്പോയി തങ്ങളടുത്ത് പോയിട്ട് ദുആ ചെയ്ത് ആ പണ്ടായത്തിൽ പൈസ ഇട്ട് ചോറും കൊടുത്തിട്ട് വന്നിട്ടാണ് അങ്കഹത്തുക വസവ്വൈതുക പറഞ്ഞിട്ട് അൽ ഫാത്തിഹ പിന്നെ ഒരു 100 ഇലാഹ് നടത്തിയും പറസല് ഇല്ലേ? അവനിക്ക് മക്കളെ കൊടുക്കുന്ന ആരാണ്? സംശയമുണ്ടോ കാര്യത്തിൽ? അപ്പൊ ക്രിസ്ത്യാനിക്ക് മക്കളെ കൊടുക്കുന്നതും അല്ല, ജൂതന് മക്കളെ കൊടുക്കുന്നതും അല്ല, പിന്നെ നിരീശ്വരവാദിക്ക് മക്കളെ കൊടുക്കുന്നതും അല്ല, ജാറക്കാരന് മക്കളെ കൊടുക്കുന്നതും അല്ല. അള്ളാഹ് മാത്രം എന്ന് പറയുന്നു എനിക്ക് മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹ് അല്ലേ? ഇവിടെ അള്ളാഹു തആല ആദർശം നോക്കിയിട്ടാണോ മക്കളെ നൽകുന്നത്? വല്ലാഹി അല്ല, ആവശ്യം നോക്കിയിട്ടാണ്. നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ദീനനുസരിച്ച് ജീവിക്കൊന്നും വേണ്ട ആരും. ആവശ്യം പൂർത്തിയാക്കാൻ ദീനൊന്നും വേണ്ട. ഏത് കള്ളുകുടിയനും കൊടുക്കാൻ അള്ളാഹു തയ്യാറാണ്. ഏത് തോന്നിവാസിക്കും ദുനിയാവ് കൊടുക്കാൻ അള്ളാഹു തയ്യാറാണ്. കൂട്ടരെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത് കേട്ടിട്ടില്ലേ? റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. അല്ലാഹുവേ, നീയല്ലേ ഈ ഫിറൗനി മുതൽ മുഴുവനും കൊടുത്തത്? അല്ലാഹ് മൂസാ നബി അല്ലാഹുവിനോട് പറയാണ്, നീയല്ലേ ഈ ഫിറൗനി പണം മുഴുവനും കൊടുത്തത്, ഈ പത്രാസും അധികാരം കൊടുത്തത് നീയല്ലേ?
അത് വെച്ചിട്ടല്ലേ ഓൻ ഇന്ന് എനിക്കെതിരായിട്ട് കളിക്കുന്നത്. അവനെ നീ ഒന്ന് ശിക്ഷിക്കാൻ, ഈ പണമൊക്കെ പിൻവലിച്ചിട്ടൊന്ന് ശിക്ഷിക്കാൻ എനിക്ക് പറ്റൂലേ? അവൻ്റെ കൽബിന്, അവൻ്റെ മനസ്സിനൊരു പൂട്ടിട്ടിട്ട് അവൻ്റെ സമ്പത്തിനൊരു പൂട്ടിടാൻ എനിക്ക് പറ്റൂലേ? ലിയദൂഖുൽ അദാബ്, അങ്ങനെയെങ്കിൽ ഒരു ശിക്ഷ അനുഭവിക്കട്ടെ അവൻ, എന്നാലും പഠിക്കും. അപ്പൊ എന്താ അള്ളാഹ് പറഞ്ഞത് മൂസ നബിയോട്? മൂസ, ജാഹിലീങ്ങൾ പറയും പോലെ പറയാൻ പാടില്ല എന്നാ പറഞ്ഞ മൂസ. എന്താ പറഞ്ഞത്? ജാഹിലീങ്ങൾ പറയും പോലെ പറയല്ല. അള്ളാഹു തആല മൂസ നബിയോട് പറഞ്ഞ എന്താ അറിയോ? ഓ ഫിറൗനെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ, എന്നൊരു കാര്യം ചെയ്യ്, നാളെ നേരം വെളുക്കുമ്പോഴേക്ക് മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് ഫലസ്തീനിലേക്ക് നാട് വിട്ടുകളാന്ന് പറഞ്ഞു അള്ളാഹു തആല. അസ്രി ബി ഇബാദി ലൈലം ഫഇന്നഹും മുത്തബഊൻ. അങ്ങനെയാണ് മൂസ നബിയോട് ഇസ്രായേലിനെയും കൂട്ടിയിട്ട് നാട് വിടാൻ വേണ്ടി അള്ളാഹു തആല കൽപ്പിക്കുന്നത്. അപ്പോഴാണ് മുസ്ലിങ്ങൾ രണ്ട് ഗ്രൂപ്പാകുന്നത്. ഒരു ഗ്രൂപ്പ് പറഞ്ഞു, ഞങ്ങളുടെ പരമ്പരാഗത യാക്കൂബ് നബിൻ്റെ കാലം മുതലേ നമ്മുടെ നാടാണിത്, ഇവിടുന്ന് നമ്മൾ എടുത്തേക്ക് പോകാനാ. മൂസ എന്താ പറയുന്നത്? എവിടുന്നോ വന്നിട്ട് രാജ്യം ഭരിക്കുന്നു, എനിക്ക് നാട് വിട്ടു കൊടുത്തിട്ട് നമ്മൾ നാട് വിടണമെന്നോ? ഫിറോനെ എനിക്ക് നമ്മൾ നാട് വിടണമെന്നോ? അത് നടക്കില്ല. അപ്പോൾ മൂസ അലൈഹി വേറൊരു കുട്ടക്കാർ, മൂസ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറ്. രണ്ട് ഗ്രൂപ്പായി. മൂസ അലൈഹി സ്വലത്തെ ഒതുക്കിയവരെ. മൂസ അലൈഹി സ്വലം ഭയങ്കര ചൂരിതക്കാരനാണ്, തീവ്രക്കാരനാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മൂസ ഭയങ്കര കടുപ്പാണ്, ഈസക്ക് കടുപ്പേ ഇല്ല, ഞാൻ രണ്ടിൻ്റെ ഇടയിലാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ദേഷ്യം പിടിച്ച ചില്ലറക്കാരനല്ല മൂസ അലൈഹി സ്വലം അല്ലേ? ഹാറൂൻ നബിൻ്റെ താടി പിടിച്ച് രണ്ട് കൊടുത്ത ഖുർആനില്ലേ? കേട്ടില്ലേ? ചരിത്രം കേട്ടില്ലേ ഖുർആനിൽ? അല്ലേ? കേട്ടിട്ടില്ലേ? താടി പിടിച്ച് രണ്ട് കൊടുത്തു. അപ്പം ലാ തഹൂദ് യബിന ഉമ്മ, എൻ്റെ ഉമ്മാൻ്റെ മോനെ, എൻ്റെ സഹോദര, ലാ തൗഹുദി ബിൽ ഇഹത്തി വലാ ബി റസി, എൻ്റെ താടിയും തലയും വെച്ചിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ നിങ്ങൾ വരുമ്പോഴേക്ക് കുഴപ്പമുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അനങ്ങാണ്ടിരുന്നത് എന്ന് പറയുന്നത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് കാര്യം മനസ്സിലാക്കണം. ബിസ്മില്ലാ. അല്ലാഹു തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട് കാലിയാക്കിക്കോ. അങ്ങനെയല്ലേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിങ്ങളെയും കൂട്ടിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചത്? നേരം വെളുക്കുമ്പോൾ ചെങ്കടലിലെ തീരത്തെത്തിയില്ലേ? ഫിറോനെ കൊണ്ടാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട് വിട്ടോ, അള്ളാഹ് പറയാണ്. ബിജെപിക്കാരെ കൊണ്ടാ ബുദ്ധിമുട്ടെങ്കിൽ നാട് വിട്ടോ മുസ്ലിങ്ങളോട് അള്ളാഹു തആല പറയാണ്. നിങ്ങൾ ബിജെപിക്കാരാണ് കുഴപ്പക്കാർ, ഫാസിസ്റ്റുകളാണ് കുഴപ്പക്കാർ, അത് നിങ്ങൾ പറയണ്ട, നിങ്ങളാണ് കുഴപ്പക്കാർ. കാരണം നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്ന അമാനത്ത് നിങ്ങൾ പാലിച്ചില്ല. നിങ്ങൾ എനിക്ക് ഷഹാദത്ത് തന്നവരാണ്. മുസ്ലിമീങ്ങൾ 30 കോടി മുസ്ലിമീങ്ങൾ എനിക്ക് ഷഹാദത്ത് തന്നവരാണ്. ഞാനുമായിട്ട് കരാറില്ല. നിങ്ങൾ കരാർ പാലിച്ചോ ലംഘിച്ചോ അതാദ്യം പറ. മിഡിൽ ഈസ്റ്റിലെ കാര്യം എടുക്കും. മിഡിൽ ഈസ്റ്റിലെ മുസ്ലിമീങ്ങളോട് അല്ലാഹു തആല ചോദിക്കുന്ന വിഷയം ഇതാണ്. നിങ്ങൾ എനിക്ക് തന്ന ഊഫി ബിഅഹദിക്കും, എനിക്ക് നിങ്ങൾ തന്ന കരാർ നിങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ നിങ്ങളോട് തന്ന ഞാൻ കരാർ പൂർത്തിയാക്കി തരാം, ഫലസ്തീൻ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാം. നിങ്ങൾ ആദ്യം എന്നോടുള്ള കരാർ പൂർത്തിയാക്കി. നിങ്ങൾ എനിക്ക് തന്ന കരാർ എന്താണ്? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് അല്ലാഹുവേ നിനക്ക് ഉറപ്പ് വരുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ഒന്നിനെയും ഞാൻ പരിഗണിക്കുകയില്ല. എന്തുണ്ടെങ്കിലും നിന്നെ മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ. അത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. നിനക്ക് ഉറപ്പ് വന്നിട്ടില്ലേ? മിഡിൽ ഈസ്റ്റിലെ മുസ്ലിമീങ്ങൾ അള്ളാഹ് ഉറപ്പ് കൊടുത്തവരല്ലേ? 100% അല്ലേ? എന്നിട്ട് ഇന്ന് 40,000-ഓളം ജാറങ്ങളില്ലേ ലോകത്ത് അള്ളാഹുവിൻ്റെ അടയാളുകളായിട്ട്? അതിലേതാണ്ട് 10,000-ലധികം ജാറങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രമുള്ളതല്ലേ? എന്താണ് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക വഴി? ആദ്യം ജാറങ്ങൾ അടച്ചു പൂട്ടുക, എന്നിട്ട് അള്ളാഹ് കൊടുത്ത കരാർ പൂർത്തിയാക്കുക. എന്താണ് അള്ളാഹ് കരാറ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലംഘിച്ചിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ. അത് ലംഘിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അള്ളാഹു തആല ഭൂമിയിൽ താമസിപ്പിക്കില്ല മുസ്ലിമീങ്ങളെ. ഇവിടുത്തെ ഹിന്ദുക്കൾ അള്ളാഹുമായിട്ട് കരാറിലല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അള്ളാഹുമായിട്ട് കരാറിലല്ല, ഇവിടുത്തെ ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകളും അള്ളാഹുമായിട്ട് കരാറിലല്ല. മുസ്ലിമീങ്ങൾ അള്ളാഹുമായിട്ട് കരാറിലാണ്. 5 നേരം ബാങ്ക് മൈക്കിൽ വിളിച്ചു പറയുകയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന്. എന്നിട്ട് നേരെ എതിരായിട്ട് ജീവിക്കുകയുമാണ്. മറ്റവരാരും കരാർ പാലിച്ചിട്ടല്ല ജീവിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ അള്ളാഹുമായിട്ട് ഒരു കരാറും ഇല്ല. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക്, ഹിന്ദുക്കൾക്ക് ഒരു കരാറും ഇല്ല. ദൈവമുണ്ട് എന്നവർക്കറിയാം. ആ ദൈവത്തെ കിട്ടാൻ വേണ്ടി അടയാളം വേണമെന്നും അറിയാം. അതുകൊണ്ട് ഹിന്ദുക്കൾ ദൈവത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് ദേവീ ദേവന്മാരെ വെച്ചു. ക്രിസ്ത്യാനികൾ ദൈവത്തെ കിട്ടാൻ വേണ്ടി യേശുവിനെ വെച്ചു. ജൂതന്മാർ ദൈവത്തെ കിട്ടാൻ വേണ്ടി ഉസൈറിനെ വെച്ചു. ഷിയാക്കൾ ദൈവത്തെ കിട്ടാൻ അള്ളാഹിനെ കിട്ടാൻ വേണ്ടിയിട്ട് മൊയ്സേക്കിനെയും ഷേഫാശെങ്കിലും വെച്ചു. അല്ലേ? ആരാ ഭൂരിപക്ഷം ലോകത്ത്? അള്ളാഹു മാത്രം വിളിക്കുന്നത് 2% ലോകത്തുള്ളൂ. ആകെ 350 കോടി മുസ്ലിങ്ങളില്ലേ ഇന്ന് ലോകത്ത്. അതിലാകെ അള്ളാഹ് മാത്രം എന്ന് പറയുന്ന ഒരു 2-2.5% മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവർ മുഴുവനും അള്ളാഹു അല്ലാത്തവർ പറ്റുമലരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ലേ. നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മൾ ദായികളാണ്. നമ്മൾ കൊടുക്കേണ്ട ദഅവത്ത് അതാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പരിചയമുള്ളവരടുത്തും പരിചയമുള്ളവരടുത്തും കണ്ട് മുലാഖാത്ത്, ഖുസൂസി മുലാഖാത്തും ഉമൂമി മുലാഖാത്തിനും പോയിട്ട് എന്താ പറയുക? ഞങ്ങൾ വന്നിരിക്കുന്നത് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മൾ ഇങ്ങനെ കോട്ടയത്തു നിന്ന് വന്നവരാണ്.
നമ്മൾ പിന്നെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി വന്നവരാണ്, നമ്മൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, നമ്മൾ നിങ്ങളോടൊരു കാര്യം പറയാൻ, റസൂലുള്ളാഹി തങ്ങൾ എന്താണോ പറഞ്ഞത് അത് പറയാൻ, അത് ഒക്കുമില്ല ഷഹാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദയെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ വന്നത്. മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ ഷഹാദയെ പറ്റി പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ അള്ളാഹ്ക്ക് കരാറ് കൊടുത്തവരാണ്, ആ കരാർ അനുസരിച്ച് ജീവിക്കണം. നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാർ ആദ്യം പാലിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത കരാർ ആദ്യം പാലിക്കണം. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം പള്ളിയിൽ വിശദമായിട്ട് സംസാരമുണ്ട്, നമുക്ക് ബാക്കി അവിടെ നിന്ന് കേൾക്കാം. ഇതാണ് നമ്മുടെ ദേവത്ത്, അതാണ് മൗലാന ഇല്ലാസ് സാഹിബ് തുടങ്ങി വെച്ച റഹ്മത്ത്. അത് ഇടക്കാലത്ത് സൂഫികളുടെ കയ്യിലേക്ക് നോക്കിയത് ആരാണ്? മൗലാന ഇല്ലാസ് സാഹിബ് റഹിമഹുല്ലാഹ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തിലേക്ക്, അതാണ് കലിമാ നമാസ് വന്നത്. ജേബാത്തിൽ ഒന്നാമത്തത് കലിമയാണ്, ഈമാനല്ല. ജേബാത്തിൽ ഒന്നാമത്തെ വിഷയം കലിമയാണ്, ഈമാനല്ല. അത് ഈമാൻ നമാസാക്കി മാറ്റിയത് ആരാണ് ഇടക്കാലത്ത്? അതെ, മൗലാന ഇല്ലാസ് സാഹിബിന് ശേഷം സൂഫികളെ കയ്യിലേക്ക് വന്നപ്പോൾ കലിമ എന്നത് ഈമാനാക്കി മാറ്റുകയാണ്. കാരണം കലിമ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് പ്രശ്നമുള്ള കാര്യമാണ്. കലിമ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ എതിർക്കും, ശത്രുക്കൾ ഉണ്ടാവും, അടിയുടിയും ഉണ്ടാവും, മുട്ടയേറുണ്ടാവും, പള്ളിയിൽ നിന്ന് പുറത്താക്കലുണ്ടാവും, ഇല്ലേ? എത്ര അനുഭവിച്ചത് നമ്മളൊക്കെ. അതേ സന്ദർഭത്തിൽ കോംപ്രമൈസ് ആയാലോ, ബഹുസ്വരത, അള്ളാഹ് മാത്രം പറഞ്ഞാൽ മതി, ഷഹാദത്ത് പറയണ്ട, ലാ ഇലാഹ പറയണ്ട, ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ മതി. അതാണ് സൂഫി തരീഖത്ത്. ലാ ഇലാഹ ഒഴിവാക്കി ഇല്ലല്ലാഹ് മാത്രം പറയുമ്പോൾ സൂഫി തരീഖത്തായി. അങ്ങനെ ഈ ദഅവത്തിന്റെ മഹത്തായ പരിശ്രമത്തിൽ സൂഫി തരീഖത്ത് കടന്നു വന്നപ്പോൾ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കടന്നു വന്നു. എനിക്ക് പരിചയമുണ്ട് ഒരുപാട്. ഇല്ലല്ലാഹ് ദിക്ർ ഇല്ലെന്നവരുണ്ട്. വല്ലാഹി അങ്ങനെ ഒരു ദിക്ർ ഇസ്ലാമിലില്ല. അത് സൂഫി തരീഖത്തിന്റെ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഇസ്ലാമിന്റെ ദിക്ർ. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്രി ഇല്ലല്ലാഹ് എന്നാണോ? അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ അതാണ് ഒന്നാമത്തത്, ഇല്ലല്ലാഹ് രണ്ടാമത്തത്. ഷഹാദത്ത് 2 ഫർളാണ്, നിസ്കാരത്തിന് 14 ഫർളാണ്, നോമ്പിന് 2 ഫർളാണ്, ഹജ്ജിന് 5 ഫർളാണ്, നിസ്കാരത്തിന് ഷഹാദത്തിന് 2 ഫർളാണ്. ഷഹാദത്ത് 2 ഫർള് പൂർത്തിയാവാതെ ഷഹാദ സഹിയാവൂല. ഉലമാക്കളടക്കം ആ ഫർളിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്. ഉലമാക്കളടക്കം അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് മഹാനായ മൗലാന സയ്യിദ് സാഹിബ്, മൗലാന ഇല്ലാസ് സാഹിബിന്റെ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ അല്ലാത്ത പാരമ്പര്യക്കാർ തിരിഞ്ഞു പോയത് ആദർശത്തിന്റെ പേരിലുള്ള വളർപ്പാണ്, സംശയ കാര്യത്തിൽ വേണ്ട. ആദർശത്തിന്റെ പേരിൽ മൗലാന ഇല്ലാസ് സാഹിബിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചുപോയി മൗലാന സയ്യിദ് സാഹിബ്. ഇടയ്ക്കുള്ളവർ മഹാന്മാരെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഗ്രൂപ്പായിട്ട് പോയി. എന്നുവെച്ചാൽ പാരമ്പര്യത്തെ അംഗീകരിക്കാൻ മൗലാന സയ്യിദ് സാഹിബ് തയ്യാറായില്ല. പാരമ്പര്യമല്ല, പ്രമാണമാണ് നമുക്ക് ആവശ്യം. മൗലാന സയ്യിദ് സാഹിബിന്റെ വാദം അതാണ്, പ്രമാണമാണ് നമുക്ക് വിഷയം. റസൂലുള്ളാഹി തങ്ങൾ എന്താണ് ചെയ്തത്, റസൂലുള്ളാഹി തങ്ങൾ എന്താണ് പഠിപ്പിച്ചത്, ആ വഴിക്ക് മൗലാന ഇല്ലാസ് റഹിമഹുല്ലാഹ് മേവാത്തിൽ ചെന്നിട്ട് പറഞ്ഞത് എന്താണ്? അള്ളാഹു റബ്ബാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണോ? അല്ല. കാരണം അള്ളാഹിനെ അറിയാത്ത സമൂഹം ലോകത്ത് എവിടെയുമില്ല. അള്ളാഹ് റബ്ബാന്ന് പറയാനല്ല, അള്ളാഹ് ഇലാഹാണ്, അള്ളാഹ് മാത്രമേ ഉള്ളൂ, ഒന്നിച്ച് വേറെ ആരുമില്ല എന്ന് പറയാനാ മൗലാന ഇല്ലാസ് സാഹിബ് മേവാത്തിലേക്ക് പോയത്. എന്തുകൊണ്ട്? അന്ന് വടക്കേ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ പിന്നെ ഒരു നിക്കാഹ് വന്നാൽ അവർ പള്ളിയിലെ കാലിയാരിയും കൂട്ടും, അമ്പലത്തിലെ സാമിനിയും കൂട്ടും. ഞാൻ പോയിട്ടുണ്ട് മേവാത്തിലെ ശീലം അതാണ്. അമ്പലത്തിലെ സാമി ഉണ്ടാവും നിക്കാഹിന്, അമ്പലത്തിലെ സാമി ശ്ലോകം ചൊല്ലും, കാലിയാർ അൽഹംദുലില്ലയും പറയും. അങ്ങനെയാണ് നിക്കാഹ് കഴിക്കുക. അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് അള്ളാഹ് മാത്രമേ പറ്റുള്ളൂ, മറ്റാരും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മൗലാന ഇല്ലാസ് സാഹിബ് രംഗത്തിറങ്ങിയത്. ഇപ്പോൾ നമ്മളവസ്ഥ, നമ്മുടെ ഒരു ബഹുസ്വര സമൂഹമല്ലേ, ആരെയും വെറുപ്പിക്കേണ്ട, അതുകൊണ്ട് ലാ ഇലാഹ പറയണ്ട, ഇല്ലല്ലാഹ് മാത്രം ഇല്ല. അത് ജൂതൻ്റെ പരിപാടിയാണ്. ഇല്ലല്ലാഹ് അല്ല, ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഹിദായത്ത് ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ആര് മെനക്കെട്ടത്? ശൈത്താൻ മെനക്കെട്ടത്. അള്ളാഹ് അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ശീസ് നബിയെ നബിയാക്കി നിയോഗിച്ചു അല്ലാഹു തആല. ഇദ്രീസ് ശീസ് നബിയെ എന്തിന്? ശീസ് നബി റസൂലല്ല. കാരണം റസൂൽ അൻ-നുബുവത്തു ലിത്തർബിയ വർ-റിസാലത്തു ലിദ്ദഅവ. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തി കൊണ്ടുപോകാനുള്ളതാണ് നുബുവത്ത്. റിസാലത്ത് അതിൽ നിന്ന് തെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് റിസാലത്ത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബി മാത്രമാണ്, റസൂലല്ല. എന്തുകൊണ്ട്? ആരും തെറ്റിപ്പോയിട്ടില്ല. അതുകൊണ്ട് ആദം നബിന്റെ മക്കളുടെ കൂട്ടത്തിൽ ആരും തെറ്റിപ്പോയിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത് അല്ലാഹു തആല അയച്ചത് ഇദ്രീസ് നബിയെ നബിയാക്കി അയച്ചു. എന്തുകൊണ്ട്? ആരും തെറ്റിപ്പോയിട്ടില്ല, ഉള്ളവരെ നിർത്തലാണ് ഉദ്ദേശം. നമ്മൾ പള്ളിയിൽ തഅലീം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൂട്ടത്തിൽ നമുക്ക് ഉള്ള തർബിയത്താണ്. നമ്മൾ വെളിയിലേക്ക് പോകുന്നത് ദഅവത്തിന് വേണ്ടിയിട്ടാണ്. ഒരേ സമയത്ത് നുബുവത്തിന്റെ ജോലിയും റിസാലത്തിന്റെ ജോലിയുമാണ് നമ്മൾ നടത്തുന്നത്.
നമ്മൾ ചില്ലറ ജോലിയല്ല നടത്തുന്നത്. ആ ഉത്തരവാദിത്ത ബോധം നമുക്കില്ലാതെ പോയി. ഇടക്കാലത്ത് നമ്മൾ വെറും ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് മാത്രം മുന്നോട്ട് പോയി പറ്റൂല. ഉത്തരവാദിത്വം ഭയങ്കരമായൊരു ജോലിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ സ്വന്തക്കാർക്കിടയിൽ നുബുവത്തിന്റെ ജോലിയും പുറത്തു പോയിട്ട് പിന്നെ റിസാലത്തിന്റെ ജോലിയും. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. രണ്ടാമത്തെ കബർ കാണിച്ചിട്ട് ശൈത്താൻ ലലാലത്തുണ്ടാക്കാൻ മെനക്കെട്ടു. ലലാലത്തിന്റെ ആകത്തുക കബറാണ് കൂട്ടരെ. അമ്പലം പിന്നെ വന്നതല്ലേ. ചർച്ച് വന്നിട്ട് ആകെ 1500 കൊല്ലമായിട്ടുള്ളൂ, 1800 കൊല്ലം. ജൂതന്മാര് പിന്നെ വന്നതല്ലേ, ക്രിസ്ത്യാനി പിന്നെ വന്നതല്ലേ. അതേസമയത്ത് നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ തന്നെ തൗഹീദില്ലേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൗഹീദ് അന്ന് വന്നത് എന്താണ്? ഖബറല്ലേ. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് ഷൈത്താൻ ആദം നബിന്റെ പേരക്കുട്ടികളെ വഴിയൊഴിപ്പിക്കാൻ മെനക്കെട്ടു. അള്ളാഹ് മാത്രം പോരാ, മഹാമാരും പോകണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസല്ലാഹു ഇലൈഹിം ഇദ്രീസൻ നബിയ്യ, മൂന്നാമത്തെ നബിനെ അയച്ചു. ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മൾ ദായികളാണ്, നമ്മൾ ചില്ലറക്കാരല്ല. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഷഹാദത്ത് പഠിച്ചേ പറ്റൂ. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ, അതിലേക്കാണ് നമ്മുടെ ദഅവത്ത്. കലിമ നമാസ്, ഈമാൻ നമാസ് അല്ല, കലിമ നമാസ്. കലിമയിലേക്കാണ് ദഅവത്ത്. അദ്ഉക്കും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ അന്ന് ഖുറൈശികളോട് പറഞ്ഞ വിഷയം അതാണ്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിയാക്കി അയച്ചു, മൂന്നാമത്തെ നബി. എന്തിന്? ഇവരാരും ശിർക്കിലെത്തിയിട്ടില്ല, ഖബറിലെത്തിയിട്ടില്ല, അല്ലാഹ് മാത്രം. അതുകൊണ്ട് നബി വന്നു, റസൂലില്ല. ഇദ്രീസ് നബിന്റെ മരണത്തിന് ശേഷം 3 ഖബർ വെച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങി ശൈത്താൻ. ഖബറാണ് കൂട്ടരെ ശിർക്കിന്റെ ആധികാരിക. അത് നമ്മൾ വെല്ലപ്പോക്ക് നയം പറഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ കേരളത്തിലെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാത്ത ഭൂരിപക്ഷത്തിൻ്റെ ഒന്നിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷം എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ ചെയ്യുക. ഞാൻ സാധാരണ പറയാറുണ്ട്, ദഅവത്തിന്റെ ഉസൂല് നമ്മൾ നിസാമുദ്ദീനിലും സ്വീകരിക്കും, ഇബാദത്തിന്റെ ഉസൂല് സമസ്തക്കാരത്തും പഠിക്കും. അതാണ് നമുക്കുള്ള കുഴപ്പം. ചുരുങ്ങിയ പക്ഷം നിസാമുദ്ദീൻ രണ്ടും പഠിക്കും. രണ്ടും നിസാമുദ്ദീൻ തന്നെ ആട്ടെ. നിസാമുദ്ദീനിൽ ഇപ്പോൾ നിസ്കരിച്ചു നോക്കി. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയത് നിസാമുദ്ദീനിൽ. എന്തോ റാഹത്താണ് നിസ്കരിക്കാൻ. ആ പഴയ കാലയിലും പോയി. ഇപ്പോൾ പണ്ട് ഇത്യാല് പിന്നെ റുക്കോയിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ പോകും സുജൂദിലേക്ക്. ആര് ഇമാമ് നിന്നാലും, സുബൈർ മൗലാന ഇമാമ് നിന്നാലും, അതുപോലെ മൗലാന ഇമാമ് നിന്നാലും എല്ലാം ഹൈ സ്പീഡ് ഇത്തിദാലായിരുന്നു. ഇന്നത് പോയി. ഇന്ന് മൗലാന സയ്യിദ് സാഹിബ് ഇമാമിന്റെ പിറകെ നിന്ന് കഴിഞ്ഞാൽ മദീനത്തുള്ള ഇമാമിങ്ങളെ പിറകെ നിസ്കരിക്കുന്ന ഒരു സന്തോഷം. എഴുത്താല് നമ്മൾ റബ്ബനാ ലക്കൽ ഹംദു മില്ലസ് സമാവാതി വമില്ലൽ അർദി വമില്ല മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്, അത് മുഴുവൻ ഓതി തീർന്നാലും സയ്യിദ് മൗലാനന്റെ ഓതി തീർത്തിട്ടുണ്ടാവില്ല. എഴുത്താലേ അതേപോലെ തന്നെ ഇടയിലിരുത്തത്തിൽ എന്താണ്? പഴയ കാലത്ത് എങ്ങനെയാണ്? നിസാമുദ്ദീൻ എന്താ ഉണ്ടായിരുന്നത്? 20 കൊല്ലത്തെ പഴക്കാനൊക്കെ ഉണ്ടല്ലോ നിസാമുദ്ദീനില്. അന്നും ഇന്നും പാരമ്യപ്പെടുത്തം തന്നെയാണ് പോയത്. വളരെ മാറി. ആദർശപ്രബുദ്ധമാണ് ഇന്ന് നിസാമുദ്ദീൻ. മധ്യകാലത്തുള്ള സൂഫി തരീഖത്ത് ഇപ്പം പോയി. അതുകൊണ്ട് തന്നെ മൗലാന സയ്യിദ് പഴിച്ചു എന്ന് മറ്റുള്ളവർ പറഞ്ഞത്. മറ്റുള്ളവർ പാരമ്പര്യക്കാരാണ്, മൗലാന സയ്യിദ് ആദർശവാദിയാണ്. അത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. നമ്മൾ അന്ധമായിട്ട് ഇങ്ങനെ ബാഗ് കൊടുത്ത് പോകുന്ന പരിപാടിക്കാരല്ല നമ്മൾ. ആദർശമാണ് വിഷയം. അല്ലെങ്കിൽ ആ പഴയ ഉള്ളിടത്തന്നെ നിന്നാൽ മതിയായിരുന്നില്ലേ? ഒരു പക്ഷേ താടിയുണ്ട്, തൊപ്പിയുണ്ട്, തലയിൽ കെട്ടുമുണ്ട്, ഇനി ഒരു പച്ച ഷാളിൻ്റെ ഉറവല്ലേ ഉള്ളൂ. ഒരു പച്ച ഷാളിൻ്റെ ഉറവല്ലേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ജനം പിറകെ വരില്ലേ? സംശയമുണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ? എല്ലാം വിട്ട് അള്ളാഹിനെ മാത്രം പിടിച്ചിട്ട് വന്നതാണ്. ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു മാത്രം എന്നത് അതിൻ്റെ ദുന്യവിയായ ദുരന്തം ഒന്നും വിഷയമല്ല. ലം യഖ്ശ ലൗമത ലൈമിൻ ഫീ ദൽ ഉലാ. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂന്നാമത്തെ ഖബർ വെച്ചിട്ട് കളിച്ചു അവര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് ഉലമാക്കളെ തിരഞ്ഞെടുത്തു. ഇപ്പൊ നിസാമുദ്ദീൻ ഏറ്റവും വലിയ ചർച്ച എന്താണ്? കേരളത്തിൽ ഉലമാക്കൾക്കിടയിൽ ദഅവത്ത് നടക്കണം. വേറൊരു ചർച്ച നടന്നത് സന്തോഷമുള്ള കാര്യമാണ്. മിമ്പറിലും മെഹ്റാബിലും ദഅവത്ത് നടക്കണം. 49,000-ഓളം ഉലമാക്കളുണ്ട് എന്നാണ് കാർക്കുസാരിയിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ആര് നയിക്കും? ഈ 49,000 ഉലമാക്കൾക്കും ഷഹാദത്ത് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ചിട്ട് തബ്ലീഗിന്റെ തലപ്പത്തുള്ള ഉലമാക്കൾ ഷഹാദത്ത് പഠിച്ചിരിക്കണം. എന്നിട്ട് ദഅവത്ത് ഷഹാദത്തിലേക്കാക്കി മാറ്റണം. ഈമാനിലേക്ക് ആവരുത്. ഈമാൻ പിന്നീട് വരേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഘട്ടമാണ് ഈമാൻ. അദ്ദീനു അലാ സലാസത്തി മറാത്തിബ. അള്ളാഹുവിന്റെ ദീൻ 3 കാറ്റഗറികളാണ്. അൽ ഇസ്ലാം ഒന്നാമത്തത് ഇസ്ലാമാണ്, വൽ ഈമാൻ രണ്ടാമത്തത് ഈമാനാണ്, മൂന്നാമത്തത് അൽ ഇഹ്സാൻ. നമ്മൾ ഒന്നാമത്തത് പൂഴ്ത്തി വെച്ചിട്ട് രണ്ടാമത്തവുമായിട്ട് വന്ന് കേട്ടാൽ തീർച്ചയായിട്ടും ശൈത്താൻ ബുദ്ധിമുട്ടിക്കും നമ്മളെ. ആ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ ബുദ്ധിമുട്ട്.
ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ആദ്യ ചർച്ച അതിൻ്റെ പ്രൈമറി സ്റ്റേജാണ്. ഇസ്ലാമിൻ്റെ പ്രൈമറി സ്റ്റേജാണ് ഷഹാദ. അശ്ഹദു, അല്ലാഹുവേ ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, നിനക്ക് ഉറപ്പ് തരുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, നീയല്ലാതെ വേറൊരാളെയും എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ പരിഗണിക്കുന്ന പ്രശ്നമില്ല, അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇത് നമ്മൾ പള്ളിയിൽ ബാങ്ക് കൊടുക്കുക, പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുക, അത്തഹിയ്യാത്തിൽ അല്ലാഹ്ക്ക് ഉറപ്പ് കൊടുക്കുക, അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്താ പറയുന്നത് പിന്നെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ പേര് തന്നെ അത്തഹിയ്യാത്ത് എന്നല്ല, നമ്മൾ പേര് വരെ മാറ്റി. മലയാളികൾ കേരളക്കാർ അതിൻ്റെ പേര് വരെ മാറ്റി. തശഹുദ് എന്നുള്ളത് അത്തഹിയ്യാത്താക്കി മാറ്റി. ശരിക്കും തശഹുദ് എന്നല്ലേ പറയേണ്ടതിന്? ആരാ അത്തഹിയ്യാത്ത് എന്നാക്കി മാറ്റി? തശഹുദ് ഓതുക എന്നാ പറയേണ്ടത്, അത്തഹിയ്യാത്ത് ഓതുക എന്നല്ല പറയേണ്ടത്. തശഹുദ് നിസ്കാരം വെച്ച് തന്നെ അല്ലാഹു തആല ലാസ്റ്റ് പ്രഖ്യാപനം, ഈ നിസ്കരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തിലായിരിക്കും. അതാണ് നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു കൊടുക്കുന്ന ഉറപ്പ്. ആദ്യം തഹിയ്യാത്തുകൾ, പിന്നെ തശഹുദിലേക്ക് കടക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. രണ്ടാമത്തെ ഷഹാദ എന്താണ്? മുഹമ്മദ് നബി അബ്ദു ആണ്, റസൂലു ആണ്. അബ്ദാണ്, അതുകൊണ്ട് മഅബൂദിയത്തിന്റെ ഒരു അംശം മുഹമ്മദ് നബിക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. വറസൂലുഹു, റസൂലുവാണ്. ആ റസൂൽ എന്താണോ പറഞ്ഞത് അതേ ഞാൻ അംഗീകരിക്കുള്ളൂ. അതിന് പകരം ഏത് ഇമാമു പറഞ്ഞാലും ഏത് ഉസ്താദ് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ ഷഹാദ. ഷഹാദയായിട്ട് നമ്മൾ എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ട് 49,000 ഉലമാക്കൾ ഉണ്ടെന്ന് ലിസ്റ്റ് കൊടുത്താൽ പറ്റില്ല. ഈ കേരളത്തിലെ 49,000 ഉലമാക്കളും ഷഹാദത്തിന്റെ ദഅവത്തിലേക്ക് വരണം. 49,000 ഉലമാക്കൾ 49,000 മിമ്പറുകൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. ആ മിമ്പറുകളിൽ ഷഹാദത്തിന്റെ ദഅവത്ത് വരണം. ആ മിഹ്റാബുകളിൽ ഷഹാദത്തിന്റെ ദഅവത്ത് വരണം. അതിൽ ഒന്നാമത് വേണ്ടത് ആരാണ്? ഒന്നാമത് ദഅവത്തിന്റെ തബ്ലീഗിന്റെ തലപ്പത്തുള്ള ഉലമാക്കൾ. അവർക്ക് പ്രത്യേകം ഷഹാദത്തിന്റെ ക്ലാസ് പറഞ്ഞു കൊടുക്കണം. അവര് തീർച്ചയായിട്ടും അപകടത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. ഇങ്ങനെ അത്തഹിയ്യാത്തിൽ ഷഹാദത്തും പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പെരക്കേക്ക് പോവുകയാണ്. പെരക്കേക്ക് പോകുമ്പോൾ കാല് ഒരു കല്ലിന് വെച്ച് കുത്തി. നിസ്കാരത്തിൽ കൊടുത്തിരിക്കുന്ന ഉറപ്പ്, അല്ലാഹുവേ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ വിളിക്കുള്ളൂ. കാല് കല്ലിന് വെച്ച് കുത്തി, വേദന വന്നു. ബദിരീങ്ങളെ അല്ലെങ്കിൽ മമ്പർത്തെ തങ്ങളെ എന്നാണ് നിന്റെ നാവിൽ വന്നതെങ്കിൽ നിന്റെ ഷഹാദ ബാത്തിലാണ്. നീ അല്ലാഹ് കൊടുത്ത കരാറ് ലംഘിച്ചു. നീ അല്ലാഹ്ക്ക് കരാർ കൊടുത്തത് കാല് വെച്ച് കുത്തിയാലും ഞാൻ നിന്നെ വിളിക്കുള്ളൂ എന്നാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് അതുകൊണ്ട് പക്ഷെ നമ്മൾ ചെയ്തത് നേരെ തിരിച്ചാണ്. അതായിരിക്കും പ്രശ്നമില്ല. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തായി, മൂന്നാമത്തെ റക്അത്തായി, നാലാമത്തെ റക്അത്തായി, തശഹുദിലെത്തി, സലാത്തിലെത്തി, ദുആയിലെത്തി, മസീഹിദ് ദജ്ജാൽ എന്ന് പറയാൻ നോക്കുമ്പോൾ ബേക്കന്ന് കാറ്റ് പോയി. എന്താകുക? ബേക്കന്ന് കാറ്റ് പോയാൽ എന്താകുക? നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറ, അറിയില്ല എന്താകുക? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നിസ്കാരം ബാത്തിലാവും. കണ്ട അപ്പം എൻ്റെ മോൻ പറഞ്ഞു അതിന് മറുപടി. അപ്പം നിസ്കാരം ബാത്തിലാവും എന്നുള്ള ഒരു ഉറപ്പാണല്ലോ. മോൻ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ഇനി എന്ത് ചെയ്യണം? നിസ്കാരം സ്റ്റോപ്പ് ചെയ്യണം, പോയിട്ട് ഉതുണ്ടാക്കണം, തിരിച്ചു വരണം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അടി ഇരുന്നിട്ട് മസീഹുദ് ദജ്ജാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മതിയാവോടാ? പിന്നെ എന്ത് വേണം? തലക്കുന്നേ തുടങ്ങണം ഇല്ലേ? ഒരു കാറ്റ് പോയാൽ ഇത്രയും അദാബുണ്ട് നിസ്കാരത്തിന് ഇല്ലേ? അപ്പം ഷഹാദത്തിന് ഒരു കുഴപ്പമില്ല. നിസ്കാരം ഒരു കാറ്റ് പോയാൽ മതി, ബാത്തിലാവും. ഷഹാദത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അൽക്കാ ബിരിയാണി, മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്ത് അൽക്കാ ബിരിയാണി, അത് മാത്രം ഉണ്ടായാൽ അതവിടെ നിന്നോളൂ. നിസ്കാരം അത് വളരെ ശ്രദ്ധിച്ചോളണം. അല്ലേ കൂട്ടരെ, ഒന്നാം ക്ലാസ്സിൽ മൊല്ലാം ക്ലാസ് മദ്രസയിൽ ചേർത്തപ്പം മൊല്ലാക്ക പഠിപ്പിച്ചെന്നിട്ടില്ല നമുക്ക് ഇസ്ലാം കാര്യം 5 കലിമ ഷഹാദത്ത് അതിൽ 1 ഇല്ലേ? എന്നിട്ട് മൊല്ലാക്ക അർത്ഥം വെച്ചെന്നിട്ടില്ലേ നമുക്ക് 5ാമത്തെ വയസ്സിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലോർപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലോർപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. 5ാമത്തെ വയസ്സിൽ മൊല്ലാക്ക പഠിപ്പിച്ചെന്താ? 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അതങ്ങൾ നിന്നു. 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജായി. 3ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 4ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 5ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ദർസിൽ ഓതാൻ പോയപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. കോളേജ്, അറബിക് കോളേജിൽ ഡിഗ്രിക്ക് പോയപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. പാസ്സായിട്ട് തിരിച്ചു വന്ന് ദർസ് തുടങ്ങിയപ്പം വീണ്ടും നിസ്കാരം, സക്കാത്ത്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അതിന് ഷഹാദ. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ എവിടെ?
അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതെന്നെ ഷിയാക്കൾ പറഞ്ഞത്, അത് ചർച്ച ചെയ്യണ്ട, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അൽക്ക ബിരിയാണി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്ത് അൽക്ക ബിരിയാണി, പിന്നെ നിസ്കാരം നോമ്പ് സക്കാത്തോറ്റ് മുന്നോട്ട് പോയാൽ മതി. അതാണോ ദീൻ? അതുകൊണ്ടാണ് മൗലാന ഇല്ലാ സാഹിബ് കലിമാ നവാസുമായിട്ട് രംഗത്തിറങ്ങിയത്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇടക്കാലത്ത് സൂഫി തരീക്കത്തിന്റെ ആൾക്കാർ കടന്നു വന്നപ്പോൾ അത് തരീക്കത്തിന്റെ ഭാഗമായി ഇല്ലല്ലാ മാത്രമായി മാറി. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് തന്നെയാണ് ഇവിടുത്തെ മുജാഹിദീങ്ങളും ചെയ്തത്. തുടക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്തു. ഇപ്പൊ ആള് കൂടിയപ്പോൾ എന്തായി? ലാ ഇലാഹ മെല്ലെ പറഞ്ഞാൽ മതി, ഇല്ലല്ലാ പിന്നെ ഒന്ന് ബഹുസ്വര സമൂഹമാണ്, അതുകൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ അപ്പുറം അവകാശമില്ല, ഇപ്പുറം അവകാശമില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശം തന്നു. ഇപ്പം നിങ്ങളോട് പറയാം, സന്തോഷമുള്ള കാര്യത്തിൽ അത് ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി അന്ന് ഖുറൈശികളിലെ വ്യക്തികളെ കണ്ടിട്ട് പറഞ്ഞ വാക്ക് അതാണ്. അത് തന്നെയാണ് നമ്മളും പറയേണ്ടത്. മൗലാന ഇല്ലാസ് സാഹിബ് അതാണ്. മൗലാന സയ്യിദ് സാഹിബ് ഇല്ലാസ് സാഹിബിൻ്റെ കാലത്തേക്ക് മടങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ആദർശ വിരോധികൾ, പാരമ്പര്യക്കാർ പെട്ടിട്ട് പോയി. അത് ആരോടും പറയാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഒളിപ്പിച്ചു വെക്കേണ്ട കേസല്ല. ആദർശപരമായ വിയോജിപ്പ് തന്നെയാണ് സംഭവിച്ചത്. മൗലാന സയ്യിദ് സാഹിബ് പ്രമാണബന്ധിതായ ദൈവത്തിലേക്ക് തിരിച്ചുപോയി. മറ്റുള്ളവർ പാരമ്പര്യം പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നമ്മൾ ആരെ അംഗീകരിക്കണം? നമ്മൾ എന്തിനാണ് ഈ ഒളിപ്പിച്ചു വെക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ മെല്ലെപ്പോക്ക് കാണുന്നത്? നമ്മൾ എന്തിനാണ് ഈ ബൗസ്തരുടെ പേരും പറഞ്ഞിട്ട് മെല്ലെ പോകുന്നത്? ഇല്ല, പള്ളിയിലെ ചെറിയ പള്ളിയിലെ മുക്രിക്ക മുതൽ ദഅവത്തിൻ്റെ അമലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമാണോ, തീർച്ചയായിട്ടും ഷഹാദത്തിനെ പറ്റി ഉറക്കെ വിളിച്ച് പറയണം. അപ്പം ശത്രുക്കൾ വരാൻ തുടങ്ങും. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാതീനൽ ഇൻസി വൽ ജിന്ന്. ഇപ്രകാരം ഓരോ നബിമാർക്കും ഞാൻ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിന്ന്, ഇൻസ് വർഗത്തിൽ നിന്നും ജിന്നു വർഗത്തിൽ നിന്നും ശയാത്തീനുകളെ ഞാൻ ശത്രുക്കളാക്കി നിയമിച്ചത് ഞാനാണ്. അത് അള്ളാന്റെ സുന്നത്താണ് ശത്രുക്കൾ ഉണ്ടാകുക എന്നുള്ളത്. അള്ളാന്റെ സുന്നത്ത് മാറ്റാൻ ആരെ കൊണ്ട് പറ്റൂല. വലൻ തൈദലി സുന്നത്തില്ലാഹി തബ്ദീല. നമ്മൾ ശത്രുക്കളൊന്നും ഇല്ലാണ്ട് എല്ലാവരും നമ്മളെ പറ്റി നല്ലത് വരണമെന്ന് സ്ഥിരട്ട് ഉപ്പായിട്ട് എടുക്കണമെന്ന് പറഞ്ഞ സംഗതി നടക്കൂല. ദൈവത്താണോ? നിർബന്ധമാണ് ശത്രുക്കൾ. ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത് ദൈവത്തല്ല എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചു പാസ്സായ ആലിമീങ്ങളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു തർബിയത്തിന് വേണ്ടി. അതിൽ ഒന്നാമത്തത് വദ്ദാൻ, രണ്ടാമത്തത് സുവാൾ, മൂന്നാമത്തത് യഊഖ്, നാലാമത്തത് യഗൂസ്, അഞ്ചാമത്തത് നസ്ർ. ഇവരും 5 പേരും ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച ആലിമീങ്ങളാണ്. അല്ലാഹു തആല അവരെ വെച്ചുകൊണ്ട് തർബിയത്ത് കൊടുത്തു. അവരോരോരുത്തരും മരിക്കാൻ തുടങ്ങി. ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ 5 പേരെയും കബറടക്കി. അംബിയാ മുർസലീങ്ങളെ ഖബർ, നബിമാരെ ഖബർ കാണിച്ചാൽ രക്ഷപ്പെടൂല എന്ന് കണ്ട ശൈത്താൻ ഔലിയാക്കളെ ഖബർ കാണിച്ചുകൊണ്ട്, അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ശൈത്താൻ 11ാമത്തെ തലമുറയിൽ പ്രവേശിച്ചു. 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. 11ാമത്തെ തലമുറ കുഴപ്പത്തിലാകാൻ തുടങ്ങി. കുഴപ്പത്തിലാകാൻ കാരണം ഈ 5 ഔലിയാക്കളെ ഖബറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ശൈത്താൻ ആദ്യമായിട്ട് അവരിൽ പ്രവേശിച്ചിട്ട് പറഞ്ഞത് എന്താ? ഈ ആയിരക്കണക്കിന് കബറുകളെ കൂട്ടത്തിൽ ഈ 5 കബറുകൾ നിങ്ങൾക്ക് അറിയുന്ന കബറല്ലേ? നിങ്ങളെ ഉസ്താദുമാരെ കബറല്ലേ? ഈ വദ്ദ് നിങ്ങളെ ഉസ്താദല്ലേ? അവരെ മുമ്പ് നിങ്ങൾ കിതാബ് ഓതിയിട്ടില്ലേ? ഈ സുവാഉ യഊഖു യഗൂസു നസ്റു നിങ്ങൾ ഉസ്താദുമാരല്ലേ? അവരെ മുമ്പ് നിങ്ങൾ കിതാബ് ഓതിയിട്ടില്ലേ? എന്നിട്ട് അവർ മരിച്ചപ്പോഴേക്ക് നിങ്ങൾ അവരെ മറന്നില്ലേ? ഫൻസുബു അൻസാബ. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. നിങ്ങളൊരു മരത്തിന്റെ കമ്പുണ്ടാക്കിയിട്ട് ഈ 5 കബറിന് ഒന്ന് വെക്ക് മിസാൻ കല്ലിനെ. എന്തിന്? നിങ്ങളെ തലമുറകൾക്ക് ഇത് പ്രത്യേകക്കാരുടെ കബറാന്ന് മനസ്സിലാകാൻ. ശൈത്താൻ എങ്ങനെയുണ്ട്? ശൈത്താൻ വരുന്ന തലമുറകൾക്ക് ഇത് ബഹുമാനപ്പെട്ട ഖബറാന്ന് തിരിച്ചറിയാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ തലമുറ ഈ മരത്തിന്റെ കമ്പിൽ അവസാനിച്ചു, ഇലാ ഹദ്റത്തിലെത്തിയില്ല. 12ാമത്തെ തലമുറയിലെ 2ാം ഭാഗം, 11ാം തലമുറയിലെ 2ാം ഭാഗത്തിലെത്തി. ശൈത്താൻ പ്രവേശിച്ചു. അപ്പോഴേക്കും ഈ ഇബ്നു അബ്ബാസ് പറഞ്ഞു, അപ്പോഴേക്കും ഈ മരത്തിന്റെ തണ്ടുകൾ ചെതലിരിക്കാൻ തുടങ്ങി, തുരുമ്പാൻ തുടങ്ങി. ഈ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടില്ലേ, നിങ്ങൾ ഉപ്പന്മാരെന്താ അത്ര ബുദ്ധിയില്ലാത്തവരാണോ? നിങ്ങളെ ശേഖുനന്മാർ, നമ്മളെങ്ങനെ പറയാ, നമ്മുടെ പഴയ ശേഖന്മാർ, നമ്മുടെ പഴയ ഉപ്പാപ്പന്മാർ, നമ്മുടെ പഴയ ഉസ്താദ്മാർ, അങ്ങനെ ഒരു പരിപാടി ദീനിലില്ല. പഴയതും പുതിയതും പ്രമാണമാണ് ദീൻ. മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് വഅസ്ഹാബു സഹാബ. ഇതാണ് പ്രമാണം. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, സ്വഹാബാക്കൾ പറഞ്ഞത്. ഞാൻ പണ്ട് 90കളിൽ അഹമ്മദാബാദിൽ ജമാഅത്തിൽ പോയൊരു സംഭവം ഓർമ്മ വരുന്നത്. അഹമ്മദാബാദിൽ ജമാഅത്തിനടുത്ത് അഹമ്മദാബാദിലെ മെയിൻ പള്ളിയിൽ നമ്മൾ ജമാഅത്ത്. അപ്പം മഗ്‌രിബിന് ശേഷമുള്ള ബയാൻ ഞാനായിരുന്നു. നമ്മളെ മുഹമ്മദ് ഹുസൈൻ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് നല്ല കൂലി കൊടുക്കട്ടെ, ഒരുപാട് കാര്യങ്ങൾ തർബിയത്ത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. ഈ മുഹമ്മദ് ഹുസൈൻ സാഹിബിനെ അറിയില്ലേ, കോഴിക്കോട്ടെ ബഡ്കൽ, അദ്ദേഹമാണ് പരിഭാഷകൻ. അപ്പോൾ പ്രസംഗങ്ങളും കഴിഞ്ഞ് ബയാനൊക്കെ കഴിഞ്ഞ് തശ്കീലൊക്കെ കഴിഞ്ഞ് ഒരു വയസ്സുള്ള മനുഷ്യൻ എന്നെ വിളിച്ചു. നല്ല വയസ്സുണ്ട്. അപ്പോൾ അദ്ദേഹം മൗലാന ഇല്ലാ സാഹിബിൻ്റെ ഒന്നിച്ച് പരിശ്രമിച്ച ആളാണ്. അത്രയും വയസ്സുണ്ട്.
1 നേരിട്ട് കണ്ട ആളാണ്. അപ്പം എന്നോട് അദ്ദേഹം ഒരു ഉപദേശം പറഞ്ഞാണ്. എന്താ പറഞ്ഞതെന്നറിയോ? ഇത് മനസ്സിലാക്കണം ഇപ്പോഴത്തെ തബ്ലീഗുകാരും കേരളത്തിലെ മുസ്ലിയാക്കന്മാരും. അദ്ദേഹം പറഞ്ഞു, സഹാബാക്കൾക്ക് ശേഷമുള്ള ഒരാളെയും ബയാനിൽ സംസാരിക്കാൻ പാടില്ല. കാരണം നമുക്ക് പ്രമാണം സഹാബാക്കൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് ബാദ്ഷാ അടക്കമുള്ള, ഞാൻ ഇതിനെപ്പറ്റി ഫലായിൽ പറഞ്ഞു, അഹമ്മദ് ബാദ്ഷാൻ്റെ ഫലായിൽ. അഹമ്മദ് ബാദ്ഷാൻ്റെ പേരിലാണല്ലോ അഹമ്മദാബാദ് അറിയപ്പെടുന്നത്. അവർ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ അന്നത്രയിലേ ഇൽമുള്ളൂ. തീപ്പൊരി വയലല്ലേ, ഇൽമു പറഞ്ഞ വയലാണ് അന്ന്. ഇന്ന് മാഷാ അല്ലാഹ് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഉമ്മത്തിന് ദഅവത്ത് ചെയ്യാൻ സാധിക്കും. നല്ല ധൈര്യമുണ്ട്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്ത് തരണമേ. അത് അദ്ദേഹം എന്നെ ഉപദേശിച്ചത് അതാണ്. ഒരു കാരണവശാലും സഹാബാക്കൾക്ക് ശേഷമുള്ള മഹാന്മാരെ സംഭവങ്ങൾ പറയരുത്. അതാണ് മൗലാന ഇല്യാസ് സാഹിബ്. അതിനുശേഷം ഫലാഹിന്റെ കിതാബിലൂടെ മഹാന്മാർ വന്നു കൂടിയത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് മൗലാന സാഹിബ് പറഞ്ഞ ഫലാഹിന്റെ കിതാബ് കൂടുതൽ ഉപയോഗിക്കേണ്ട, മുന്തഖബ് ഹദീസ് ഉപയോഗിച്ചാൽ മതിയെന്ന്. അത് ആദർശബന്ധിതമാണ് ആ വാക്ക്. നിസ്സാര വിഷയമല്ല അത്. അത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. മഹാന്മാരെ എതിർക്കുന്നു, ബഹുമാനപ്പെട്ട മഹാന്മാരെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മഹാന്മാരെ തള്ളിപ്പറയുന്നതല്ലേ വിഷയം. ഇവിടെ പ്രമാണം വെച്ചുള്ള ദഅവത്താണ് വിഷയം. പ്രമാണം വെച്ചുള്ള ദഅവത്താണ് വിഷയം. ആ തലമുറ 4 ഓർത്ത് 2 കല്ലെടുത്ത് വെച്ചു. ആ കല്ലിൽ അവസാനിച്ചു, ഇലാഹത്തിലെത്തിയില്ല. ബാക്കിയുള്ളവരിലേക്ക് ശൈത്താൻ പ്രവേശിച്ചു. നിങ്ങൾ ഉപ്പപ്പമാര് ചെയ്തതല്ലേ ഇത്? മഹാന്മാരായ ആലിമീങ്ങളെ ഖബറല്ലേ ഇത്? നിങ്ങൾ ഉപ്പപ്പമാരെന്താ അത്ര വിവരം കെട്ടവരാണോ? വിവരം കെട്ട വിഡ്ഢികളാണോ? അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചതല്ലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ? നിങ്ങൾ ഉപ്പപ്പമാരെ പറ്റി വിഡ്ഢികൾ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ലേ? എപ്പോഴും ഈ ലലാലത്തിന്റെ ആൾക്കാർ അങ്ങനെ പറയാ, എന്നാൽ നിന്റെ ഉപ്പ നരകത്തിലാ, നിന്റെ ഉപ്പുപ്പ നരകത്തിലാ, ധൈര്യമുണ്ട് എനിക്ക് പറയാം. ഉപ്പി നരകത്തിലോ സ്വർഗത്തിലും തീരുമാനിക്കണം ഞാനല്ല. അള്ളാഹ് പറഞ്ഞില്ലേ, മൂസാ നബിയോട് ഫിറോൻ ചോദിച്ചു, അങ്ങനെ തന്നെയാ. മൂസാ നബിയോട് ഫിറോൻ ചോദിച്ചു, മാ ബാൽ ഖുറൂനിൽ ഊല, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മൂസ? മരിച്ചുപോയ ആളല്ല അവസ്ഥ എന്താണ്? അപ്പൊ എന്താ അള്ളാഹു താല മൂസാ നബിയോട് പറയിപ്പിച്ചെന്നറിയോ? ആ മരിച്ചുപോയ ആളെ കാര്യമൊക്കെ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്ന ആളോട് വർത്താനം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മൂസാ നബി ഇവിടെ ദൈവത്തിൽ ജീവിച്ചിരിക്കുന്നവരോടാണ്. മരിച്ചാളെ വരെ നമ്മൾ പറയണം? അവരെവിടെ പോയി എന്ത് പോയി നമുക്ക് ഉത്തരവാദിത്തമില്ലല്ലോ അവരെ പറ്റി ചിന്തിക്കാൻ. നിങ്ങളുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾക്ക് മരിച്ചുപോയ ആളെ പറ്റി വല്ല ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്ന ആളല്ലാതെ. റസൂൽ ബഹുമാനപ്പെട്ട ഈ 5 മഹാന്മാരുടെ 11ാമത്തെ പൂർണ്ണമായി 11ാമത്തെ അവസാനത്തെ തലമുറയിൽ ശൈത്താൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഖബർ ഈ കോലത്തിൽ കല്ല് കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും നേടാൻ കഴിയില്ല, ഈ മഹാന്മാരെ ഇടയാളുകളില്ലാതെ, ഈ മഹാന്മാരെ ബർക്കത്തോണ്ടല്ലാതെ. അതുകൊണ്ട് ഈ മഹാന്മാരിലൂടെ വേണം അള്ളാഹുവിലേക്ക് പോകാൻ. അങ്ങനെ 12ാമത്തെ തലമുറ ഇലാഹ നിറത്തിലെത്തി. അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, കൃത്യമായി നോമ്പ് നോക്കുന്നവരാണ്, ഉലമാക്കളാണ്, ഇറാഖിലെ പണ്ഡിതന്മാരാണ്. ആദമി ശരീഅത്ത് നിലവിലുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം 10 തലമുറയെ കഴിഞ്ഞിട്ടുള്ളൂ. 11ാമത്തെ തലമുറയിൽ ഈ സംഭവം നടക്കുന്നത്. 11ാമത്തെ തലമുറയിൽ ശൈത്താൻ വിജയിച്ചു. അവരെ ഇലാഹ നിറത്തിലെത്തി. പള്ളിയിൽ നിസ്കരിക്കുക, ഈ 5 മഹാന്മാരെ കബറും പുറത്ത് പോയിട്ട് ഇലാഹ നിറത്തി പറയുക. അവർ ശിർക്കിലെത്തി. വല്ലാഹി അവരെ ഷഹാദത്ത് ബാത്തിലായി. അർസലല്ലാഹു ഇലൈഹിം നൂഹൻ റസൂലാ. ഇപ്പോഴാണ് റസൂൽ വന്നത്. ബാക്കി പഠിച്ച സൂറത്ത് നൂഹില് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്ന കാര്യമല്ലേ? ശഫാഅത്തിനെ പറ്റി പറഞ്ഞ ദീർഘമായ ഹദീസിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭൂമിയിൽ പറഞ്ഞ ആൾ നൂഹ് നബിയാണെന്നല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആദം നബിയും ഇദ്രീസ് നബിയും ശീസ് നബിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല, ലാ റബ്ബ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ് അവര്. ലാ ഇലാഹ പറയേണ്ടി വന്നത് അപ്പുറത്ത് ജാറങ്ങൾ വന്നപ്പോഴാണ്. അപ്പൊ ലാ ഇലാഹ, ഇലാഹിന്റെ മാന എന്താണ്? ഈ ജാറങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ല, ഇല്ലല്ലാഹ്. അവിടെയാണ് ഉലൂഹിയത്തിന്റെ ചർച്ച വന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുതലാണ് സമൂഹത്തോട് ഷഹാദത്ത് ആവശ്യപ്പെട്ടത്. അതുവരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിപാടി ആദം നബിന്റെ കാലത്തില്ല, ഇദ്രീസ് നബിന്റെ കാലത്തില്ല, ശീസ് നബിന്റെ കാലത്തില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് നബിന്റെ കാലത്തോടു കൂടിയാണ് അല്ലാഹു തആല ഈ കരാറ് സമൂഹത്തിന്റെ മുമ്പിലിടുന്നത്. ഇനി അങ്ങോട്ട് ഹിദായത്ത് സുബൂത്താകണമെങ്കിൽ അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടണം. 2ാമത്തെ കരാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നാലേ ഹിദായത്ത് സുബൂത്താവുള്ളൂ. ഇപ്പം നൂഹ് നബിയാണ് ആദ്യം അതിൻ്റെ ആള്. അഷ്റഫുൽ ഖൽക്കിൻ്റെ കാലത്തേക്ക് വന്നാലും ഇതേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പം നമ്മളെ കാലത്തും ഇതേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് നമ്മളെ ചർച്ചയല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ്. അങ്ങനെ ഇങ്ങോട്ട് തരുന്നവൻ അല്ലാതെ വേറെ ആരുമില്ല. അതിനാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതാണ് 2ാം ഷഹാദ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ ഷഹാദത്തിന്റെ ദഅവത്ത് നിലനിർത്തും. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ കൊണ്ട് നിലനിർത്തും. അത് ഇന്നാൾ വേണം ഇന്നാൾ വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. നേരത്തെ നാം പറഞ്ഞതുപോലെ
അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മെനക്കെട്ടിട്ടൊന്നും ഭാര്യയ്ക്ക് ഹിദായത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മെനക്കെട്ടിട്ടും ഭാര്യയ്ക്ക് ഹിദായത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മെനക്കെട്ടിട്ട് ബാപ്പാക്ക് ഹിദായത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. അഷ്റഫുൽ ഖൽക്ക് മെനക്കെട്ടിട്ട് അബൂ താലിബിന് ഹിദായത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതേ അവസരത്തിൽ അള്ളാഹുവെ നീ നശിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞവരെ അള്ളാഹ് നശിപ്പിച്ചിട്ടുമില്ല. നമ്മൾ വിചാരിക്കുന്നതല്ലേ മുഹമ്മദ് നബി വിചാരിച്ച നമ്മളെ കാര്യം നടക്കുന്നു. വല്ലാഹി വിചാരിച്ച കാര്യം നടക്കൂല. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായി വധിച്ച വഹശിക്കെതിരായിട്ട് ദുആ ചെയ്തു കുനൂത്തില്. വഹശിയെ നശിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു റസൂലുള്ളാഹി തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ്, ആവശ്യമില്ലാത്ത പരിപാടി നടത്തണ്ട. ആരെ നശിപ്പിക്കണം, അവരെ രക്ഷപ്പെടുത്തണം തീരുമാനിക്കേണ്ടത് ഞാനാണ്, അതിൽ നിങ്ങൾ കയ്യിലുണ്ടാന്ന് പറഞ്ഞു അല്ലാഹു തആല. അവസാനം എന്താ സംഭവിച്ചത്? വഹശിക്കല്ല ഹിദായത്ത് കൊടുത്തു. വഹശി റളിയല്ലാഹു അൻഹു അല്ലേ, ഇപ്പം നമ്മൾ വഹശി റളിയല്ലാഹു അൻഹു അല്ലേ. റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു തആല നശിപ്പിക്കാൻ കേട്ടോ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നബി തങ്ങളെ കൊണ്ട് കാര്യം നടക്കുന്നു വിശ്വസിക്കുന്നത്? വല്ലാഹി നടക്കൂല. ഇതിൽ ചരിത്രം സാക്ഷിയല്ലേ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ദായികൾ, ദഅവത്തിന്റെ ആൾക്കാർ തുടർന്ന് അങ്ങോട്ട് യാവാവസാനം വരെ നിലനിൽക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദത്തിലേക്കുള്ള ദഅവത്ത് നിലനിൽക്കണം. കേരളത്തിലെ പ്രവർത്തനം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഇല്ലല്ല മാത്രം പറഞ്ഞ് ലാ ഇലാഹ ബഹുസ്വര സമൂഹത്തെ ഇപ്പം മുജാഹിദീങ്ങൾക്ക് പറ്റിയ കുഴപ്പം അതാണ്. അവർ 1990, 2000, 2010 കാലഘട്ടങ്ങൾ വരെയും പ്യൂർ ലാ ഇലാഹ ഇല്ലല്ല ദഅവത്ത് ചെയ്തു. ഇപ്പം എന്തായി? ലാ ഇലാഹ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞാൽ മതി. എന്നോടടക്കം ഉപദേശിച്ചിട്ടുണ്ട് മൗലവി സാഹിബ്, ഈ ബഹുസ്വര സമൂഹത്തിൽ കട്ടിയിൽ ഇങ്ങനെ ശിർക്ക് പറയരുത് എന്ന് എന്നോട് ഉപദേശിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് തന്നെ 2 കൊല്ലത്തോളമായിട്ട് അവരുമായിട്ടുള്ള അബദ്ധങ്ങളും അവസാനം. തബ്ലീഗിൻ്റെ ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് റുബൂബിയത്ത് മാത്രം പറഞ്ഞാൽ മതി, ഉലൂഹിയത്ത്. ഇപ്പം സയ്യിദ് മൗലാന എല്ലാം പൊളിച്ച് തരിപ്പണമാക്കി ഉലൂഹിയത്തും റുബൂബിയത്തും കൃത്യമായിട്ട് പറയുകയും ഇബാദത്തിൽ അഷ്റഫുൽ ഖൽക്കിൻ്റെ സുന്നത്ത് ഹയാത്താക്കി കൊണ്ടിരിക്കുകയുമാണ്. അത് നിലനിൽക്കണമെന്നാണ് നാം പറയുന്നത്. അത് കേരളത്തിൽ നിലനിൽക്കണം. കേരളത്തിലെ ഉലമാക്കൾ ആ വഴിയിൽ വരണം. പ്രത്യേകിച്ചിട്ട് തബ്ലീഗിൻ്റെ അമലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഉലമാക്കൾ ആ വഴിയിൽ സഞ്ചരിക്കണം, പഠിക്കണം. പഠിക്കാതെ ഒന്നും നടക്കുകയില്ല. ഇൽമാണ് ആധാരം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാം ജീവിക്കുന്നത് ഇൽമു കൊണ്ടാണ്. ഇൽമില്ലാതെ ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ മെനക്കെടുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ല ഷഹാദ, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ നിരന്തരമായി പഠിക്കണം. മുന്തഖബ ഹദീസിലെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ബാബ്, ആ ഹദീസിൻ്റെ ശറഹടക്കം പഠിക്കണം, ഉലമാക്കൾ പഠിക്കണം. എന്നിട്ട് ദായികൾ ഒന്നിച്ചും ഉലമാക്കൾ പോകണം. മൗലാന സയ്യിദ് സാഹിബ് പറഞ്ഞെന്താ അറിയുമോ? ഖുതുബയിൽ വരെ ഇനി ഷഹാദത്തിലേക്കുള്ള ദഅവത്ത് നടക്കണം എന്നാണ്. ഖുതുബ ജീവിതം ഇപ്പുറത്തെ മുശാവറയിൽ നടന്ന ചർച്ചകൾ നമ്മളത് ആഗ്രഹിക്കുന്നു. നമ്മളുണ്ട്. അതുകൊണ്ട് ആരും വേണ്ട, അതുകൊണ്ട് ഇങ്ങനെ ഒത്തുപോയാൽ മതി. ഇങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി ഷൂറയും കൂടി ബിരിയാണിയും തന്ന് പിരിഞ്ഞാൽ മതി. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളെ കേൾപ്പിച്ചൊരു അമാനത്തുണ്ട് നമ്മുടെ കയ്യിൽ. ആ അമാനത്ത് നമ്മൾ പാലിച്ചേ പറ്റൂ. എന്താണ് അമാനത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എൻ്റെ നഫ്സോടും നിങ്ങളോടും ഈ സമയത്ത് ഞാനൊരു വസിയത്ത് ചെയ്യുന്നു. നാം നമ്മുടെ ഷഹാദ സഹിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. ആദ്യം ചെയ്യേണ്ട ജോലി അതാണ്. രാത്രി ഉറങ്ങുമ്പോൾ നമ്മളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ചോദിക്കണം, ഞാൻ അള്ളാഹ്ക്കൊരു കരാറ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ആ കരാറിന് എതിരായിട്ട് വല്ലതും ചെയ്തു പോയോ? എത്രത്തോളം? ജമാഅത്തിന് വന്ന ആൾ ഭാര്യ വിളിച്ചു, മോന് സുഖമില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് മറുപടി, നീ എന്തിനു പേടിച്ചിട്ടെന്തിനാ, പൈസ ഉണ്ടല്ലോ ആ മേശയിൽ 5000 റുപ്യ എടുത്തോ. നമ്മളെ ഷഹാദത്തിന് കോട്ടം തട്ടും. നീ എന്തിനു പേടിക്കണം? ഞാൻ അള്ളാഹിനോട് പറയാം, നീ അള്ളാഹിനോട് പറയും. ഇനി ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ആ മേശയിൽ പൈസ ഉണ്ടാക്കി എടുത്തോ. നമ്മളെ വാക്ക് വരെ അങ്ങനെയാണോ? നമ്മളെ വാക്ക് നമ്മൾ വടക്കേന്ത്യയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓടി വരും. ഒരു സൈക്കിൾ പൂനെയിൽ പോയപ്പോൾ ഒരു സൈക്കിൾ ഷേക്ക് ഷാപ്പ് നടത്തുന്നവരുണ്ട്. അവരിങ്ങനെ കരഞ്ഞോണ്ട് വരുന്നു, വന്ന് ഒന്നുണ്ടാക്കി ഉണ്ടാക്കുന്ന നിസ്കരിച്ചിട്ട് ഇങ്ങനെ തരുന്നു. അപ്പോൾ വിഷയം എന്താ? കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതേ ആദ്യം അറിയിക്കേണ്ടത് ആരെയാ? നമ്മളെന്ത് കാര്യം? വാടകയ്ക്ക് വീട് നിൽക്കുന്നു, വാടകയ്ക്ക് വീട് താമസിക്കുന്നു, തേങ്ങ വീട്ട് ഓട് പൊട്ടി. നമ്മൾ ആദ്യം ആരെ അറിയിക്കുക? ആ വീട്ടുകാരനല്ലേ അറിയിക്കുക. ആചാരെ ഓട് പൊട്ടിയിട്ടുണ്ട്, തേങ്ങ വീണിട്ട്. അപ്പോൾ ആചാര്യ പറയും, എടാ ഒന്ന് നന്നാക്കി പൈസ കൊടുത്താൽ വാടകയ്ക്ക് കഴിക്കാം. ആ ശരി, ഞാൻ നന്നായിക്കോളാം. അപ്പോൾ ആദ്യം ഉടമസ്ഥനെ അറിയിക്കല്ലേ വേണ്ടത്? അള്ളാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ, നമ്മുടെ കുട്ടിൻ്റെ ഉടമസ്ഥൻ, രോഗത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് ആരെയാണ്? ഉടമസ്ഥനെ അറിയിക്കേണ്ടത്. സൂഫിസം എന്ന് പറഞ്ഞിട്ട് തള്ളണ്ട. ചില മുജാഹിദീകൾ അങ്ങനെ പറയണത് സൂഫിസമാണ്, നല്ല ഈമാൻ. എന്ത് കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കള തൊട്ട് അങ്ങാടി വരെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എൻ്റെ അള്ളാഹിനെ അറിയിക്കുക. അല്ല റസൂല പറഞ്ഞത്. റസൂല പറഞ്ഞെന്താ? നിന്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാലും ആരെയാണ് അറിയിക്കേണ്ടത്? ഇതെല്ലാം നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യും. ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാൽ വേഗം കച്ചവടക്കാടിയിൽ വിളിച്ചിട്ട് പറയും, എടാ എൻ്റെ ചെരുപ്പ് പൊട്ടിയോ, ചെരുപ്പ് കൊടുത്തേക്കണം. അല്ലാ, ചെരുപ്പ് പൊട്ടിയല്ലോ അല്ലാ, എനിക്കൊരു പുതിയ ചെരുപ്പ് വേണം. എത്ര രസമുണ്ട് അല്ലാക്ക്. ഉടൻ തന്നെ നമ്മളെ കടയിൽ വിളിച്ചിട്ട് പറയാം, എടാ ഒരു ചെരുപ്പ് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അറിയിക്കേണ്ടവൻ അറിയിക്കുകയും ചെയ്ത് അല്ലാ ഏൽപ്പിച്ച ജോലി
അസ്ബാബുകളെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തു അല്ലേ? സൂക്കേട് വന്നാൽ ആദ്യം അറിയിക്കേണ്ടത് സൂക്കേണ്ട മാലിക്കിനല്ലേ? സൂക്കേണ്ട ഉടമസ്ഥനല്ലേ ആദ്യം അറിയിക്കേണ്ടത്? ആരെ സൂക്കേണ്ട മാലിക്? അല്ലാഹു അല്ലേ? മാലിക്കുൽ അംറാദ് അല്ലാഹു അല്ലേ കൂട്ടരെ? വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വന്നാൽ അല്ലാഹു ആണ് എന്നെ ശിഫിയാക്കുന്നത് പറയുക. ഇതിന് രോഗം വരുമ്പോൾ നമ്മൾ വേഗം ഡോക്ടറെ വിളിക്കുക. ഇന്ന ഡോക്ടർ, ഇന്ന ആശുപത്രി, എന്നിട്ട് ഭയ്യ ലാസ്റ്റ് രണ്ടൊക്കെ നിൽക്കിച്ചിട്ടേ അല്ലാഹ് എൻ്റെ മോനെ സൂക്കേടവൻ. ആദ്യം പറയേണ്ടത് ഉടമസ്ഥനോടല്ലേ? വീട്ടിലെ ഉപ്പ് തീർന്നു, ഭാര്യ വിളിക്കും, ഇതാ ഉപ്പില്ല കേട്ടോ, ഒരു ഉപ്പ് വാങ്ങണം. നീ എന്നെയാണോ അറിയിച്ചത് അള്ളാനെയാണോ? ഉപ്പ് വാങ്ങാൻ നിങ്ങളല്ലാണ്ട് പിന്നെ? കുട്ടി, ഉപ്പിൻ്റെ മാലിക്ക് ഞാനല്ലല്ലോ, അള്ളാഹു അല്ലേ? ഞാൻ വെറും ഒരു ഉപകരണം മാത്രമല്ലേ? നീ അള്ളാഹുടല്ലേ ആദ്യം പറയേണ്ടത്, എന്നിട്ടല്ലേ എന്നെ വിളിക്കേണ്ടത്? തൗഹീദല്ലേ? ആ രീതിയിൽ നാം ഷഹാദ പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരും എന്നോട് അവസരോട് അടക്കം പറയുന്നു, നമ്മളെ ഷഹാദ പ്യൂറാണോ എന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് മരിക്കാൻ നേരം നല്ല പ്രകാശിക്കുന്ന ഷഹാദയുമായിട്ട് മരിക്കണം. എന്നിട്ട് ആ റിക്കാർഡുമായിട്ട് നാളെ അള്ളാഹിനെ കണ്ടുമുട്ടണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ന്യൂനപക്ഷത്തിൻ്റെ ഒപ്പം അള്ളാഹ് നമ്മളെ ചേർത്ത് വെച്ചിട്ട് കോടിക്കണക്കിന് ജനങ്ങളോട് പറയണം, ദാ ഇവനെ കണ്ടോ, ഇവൻ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് മാത്രം പറഞ്ഞവനാണ് എന്ന് അള്ളാഹു പറയണം. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുന്നത്. തയ്യാറാവുമല്ലോ ഇൻഷാ അല്ലാഹ്? ഇനി അങ്ങോട്ടുള്ള ദൈവത്വം അങ്ങനെയായിരിക്കുമല്ലോ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. പഠിച്ചിരിക്കണം. നമ്മൾ ഒന്നും അങ്ങനെ ആരും പഠിച്ചു വന്നതൊന്നുമല്ല. ഈ പറഞ്ഞ ഞാനും പഠിച്ചു വന്നവനൊന്നല്ലല്ലോ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് പിന്നെ അതിന് മാറ്റമില്ല. അള്ളാഹു തആല എന്നെ നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇൽമിൽ ഒരുപാട് ബർക്കത്ത് അള്ളാഹ് ചെയ്തു തരട്ടെ. ഉള്ള ഇൽമനുസരിച്ച് നല്ല താക്കത്തുള്ള അമലുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്തു തരട്ടെ. അങ്ങനെ നല്ല താക്കത്തുള്ള അമലും പ്രകാശിക്കുന്ന ഈമാനുമായി നാളെ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടി അവൻ സന്തോഷിക്കുന്ന ആ വജൂഹുൻ യൗമൈദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. ചില മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാകും. ആ മുഖങ്ങളൊക്കെ അള്ളാഹിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഖുർആൻ വജൂഹുൻ യൗമൈദിൻ നാളിറ, ചില മുഖങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ടാവും. ഇലാ റബ്ബിഹ നാളിറ, അവർ റബ്ബിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടായിരിക്കുവാന്ന്. അങ്ങനെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് ആ സൗഭാഗ്യം കിട്ടും, എല്ലാവർക്കും കിട്ടില്ല. ആ സൗഭാഗ്യം നമുക്ക് കിട്ടണമെന്നാണ് പറയുന്നത്. അല്ലാഹു തആല കബൂലാക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ.